Malayalam. Sure. Yes, you can start now. Okay. Thank you, Dr. Shalu Rajan. Thank you, doctors in English session. എല്ലാവർക്കും നമസ്കാരം. IFPS-ന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1691 ദിവസമാണെന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ നിത്യയാണ്. ഇന്നത്തെ നിത്യ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിത്യ ഡോക്ടർ നമുക്ക് സുപരിചിതയായ മുഖമാണ്. എപ്പോഴും നമുക്ക് ക്ലാസ് എടുക്കുവാനായി നല്ല നല്ല ക്ലാസ്സുകളുമായി എത്തുന്ന ഡോക്ടറാണ്. MA സൈക്കോളജി, കൗൺസിലിംഗ് തെറാപ്പിയിൽ ഡോക്ടർ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. നമ്മുടെ ആയുഷ് ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. സൈക്കോളജിക്കൽ കേസുകൾ ധാരാളമായി കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ നിത്യ. അങ്ങനെയുള്ള നിത്യ ഡോക്ടർ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട്, തലവേദനയും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം, നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ നിത്യയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങും. നന്ദി. തുടങ്ങാം ഡോക്ടർ. Okay. ഇല്ല, കോഹോസ്റ്റ് ഡോക്ടർ നിത്യ കോഹോസ്റ്റ് ആക്കണം ഡോക്ടറെ. ഓക്കെ ഡോക്ടറെ, തുടങ്ങാം. ഓക്കെ. ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഫ്രൈഡേ ആശംസ പറയാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ പ്രസന്റേഷന് ഹെഡേക്ക് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ ഹെഡേക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പം ധനേഷ് സാർ പറഞ്ഞത് ഒരു കേസ് പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് അന്നത്തെ ദിവസം കുറെ ഹെഡേക്സ് നമ്മൾ കമ്പയർ ചെയ്ത് പോയി. എന്നാൽ അതിൽ മിസ് ചെയ്ത് പോയ ഒരു 2-3 ഹെഡേക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ അത് മാത്രം ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് കേസ് പ്രസന്റേഷനിലേക്ക് പോവാം. അതായത് ഇപ്പൊ ചില കേസസിലൊക്കെ നമ്മൾ കാണാറുണ്ട്, നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനുള്ള ഒരു എക്സ്പീരിയൻസ്. അതായത് നമ്മളിപ്പോ തലവേദന എന്ന് പറഞ്ഞു, ഇപ്പൊ മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പൊ നമ്മൾ മൈഗ്രെയിന്റെ അക്യൂട്ട് ആയിട്ടുള്ള പല റെമഡീസ് നമ്മൾ ഇങ്ങനെ ചോദിക്കുക, എവിടെ വേദന, ഫോർഹെഡിലാണോ അതോ ടെമ്പിളിലാണോ അതോ ഓക്സിപ്യൂട്ടിലാണോ, എന്തെങ്കിലും കൺകോമിറ്റന്റ് സിംറ്റം കിട്ടുന്നുണ്ടോ, ബ്ലേർഡ് വിഷൻ ആകുന്നുണ്ടോ, സിക്സാക് വിഷൻ ആകുന്നുണ്ടോ, വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പല മെഡിസിൻസിലോട്ട് ഇങ്ങനെ പോകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കാണാറുള്ളൊരു ഇതെന്തെന്ന് വെച്ചാൽ, അതിന്റെ ഒരു റിയാക്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ കുറഞ്ഞു കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും അവര് ഒരു നല്ലപോലെ ഒന്ന് വെയിൽ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ വല്ല പ്രൊസഷനിലോ റാലീസിലോ വല്ലതും പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ ഹെഡേക്ക് അത് റെക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസസിനകത്ത് നമ്മൾ ചിലപ്പോൾ ഈ അക്യൂട്ട് റെമഡി കൊടുക്കുമ്പോൾ ശരിയാകാറില്ല. അപ്പൊ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കേസസിനകത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺസൾട്ട് റെമഡി തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ എനിക്ക് തന്നെ ഹെഡേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായ സക്സസ് കിട്ടിയ ഒരു കേസ് പ്രസന്റ്. അതൊരു ഇൻട്രസ്റ്റിംഗ് കേസും തന്നെ ആയിരുന്നു. എന്താ പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ്, അത് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഓഷോ എന്ന് പറയുന്ന പുള്ളിയെ നമ്മൾ എല്ലാവരും കളിയാക്കാറുണ്ട്. ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലത്തുള്ള ആൾക്കാരുടെ ഒരു സൈക്കോ അനാലിറ്റിക് തിയറിയും പലരുടെയും സൈക്കോ അനാലിറ്റിക് തിയറി നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ ഓഷോ എന്ന് പറയുന്ന പുള്ളി നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കുറെ പേരും ഉണ്ട്. അതേപോലെ ഓഷോയ്ക്ക് ഭയങ്കര എന്താ പറയുന്നത്, കോൺട്രവേഴ്സീസ് ഒത്തിരി വരുന്ന ഒരു പുള്ളിയും ആളുമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ചില ആൾക്കാർ പറയുന്ന കാര്യത്തിനകത്ത് കാര്യമുണ്ട്. നമ്മുടെ സെക്ഷൽ സ്പിയറും നമ്മുടെ ഫിസിക്കൽ ഡിസീസസുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ സെക്ഷൽ സ്പിയറിലുള്ള നീഡ്സ് അല്ലെങ്കിൽ സെക്ഷൽ സ്പിയറിലുള്ള പെർവേർഷൻസ്, അത് നമ്മളെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിനകത്ത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു കേസാണ്. അപ്പം അത് പറയുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തീർത്തത് ഒരു 2-3 പ്രധാനപ്പെട്ട റെമഡീസ് നമുക്ക് പറയാനൊന്നും സമയം കിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ കേസിലേക്ക് പോകാം. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടൊരു സാധനം വെച്ചാൽ ഈ മാക്ഫോസ് ആണ്. മാക്ഫോസ് യൂഷ്വലി എല്ലാ പെയിനും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ മെൻസ്ട്രൽ പെയിൻ, മെൻസ്ട്രൽ കോളിക്സിനൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. എന്നാലും നമ്മൾ ഏത് ഹെഡേക്സിനും
വാട്ട് ടൈപ്പ് ഓഫ് ഹെഡേക്ക്, മൈഗ്രെയിൻ ആയാലും അതല്ല എന്താണ് സിമ്പിൾ ഹെഡേക്ക് ആണെങ്കിലും ഏതിന്റെ കൂടെ നമുക്ക് ഈ ബയോകെമിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവല് വരെ നെർവിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ മാക്ഫോസിന് പവർ ഉണ്ട്. അപ്പൊ മാക്ഫോസിന്റെ ഹെഡേക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഓക്സിപ്യൂട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഹെഡിലേക്ക് മുഴുവൻ, ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലോട്ട് മുഴുവൻ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഏതിനെ പോലെ ജസ്റ്റ് ലൈക്ക് സാങ്കുനറിയ പോലത്തെ ഹെഡേക്ക് ആണ്. ഇപ്പൊ ചില ഹെഡേക്കിനകത്ത് നമുക്ക് ഈ ഓക്സിപ്യൂട്ട് റീജിയനിൽ കല്ലിരിക്കുന്ന പോലത്തെ സെൻസേഷൻ ഉള്ള ഹെഡേക്സ് ഉണ്ട്, പെട്രോളിയത്തിനൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ ഈ മാക്ഫോസ് എങ്ങനെ വെച്ചാൽ ബാക്കിൽ നിന്ന് തുടങ്ങി അങ്ങ് സ്പ്രെഡ് ചെയ്ത് മുഴുവൻ നമ്മളിങ്ങനെ ചോക്കി ഏത് ഭാഗത്തുണ്ടോ തലവേദന ഉള്ളത്, ഫോർഹെഡ് നെറ്റിത്തടത്തിലാണോ, സൈഡേലാണോ, അതോ മുകളിലാണോ, ബാക്കിലാണോ, ഒരു ബാക്കിൽ നിന്ന് അങ്ങ് തുടങ്ങി മുമ്പിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിൽ സിമിലർ ടു സാങ്കുനറിക്കും ഉണ്ട്, മാക്ഫോസിനും ഉണ്ട്. പിന്നെന്താണ്, നമ്മുടെ ബെലഡോണയുടെ കണക്കും അല്ലെങ്കിൽ സൾഫറിന്റെ കണക്കും ഫേസ് ഭയങ്കര റെഡ് ആൻഡ് ഫ്ലഷ്ഡ് ആയിട്ടിരിക്കും, ചുമക്കും, മുഖം കയറിങ്ങ് ചുമക്കും. ഈ തലവേദന വരുന്ന സമയത്ത് ഫേസ് ഭയങ്കരമായിട്ട് ഫ്ലഷ്ഡ് ആവുകയും, പിന്നെ എന്താണ്, മെന്റൽ എക്സേർഷൻ കഴിയുമ്പോൾ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ പരീക്ഷ, നമ്മൾക്ക് സാധാരണ നമ്മൾ തലവേദന കുട്ടികളുടെ സ്റ്റഡി ഹെഡേക്ക് നമ്മൾ കൊടുക്കാറുള്ള മെഡിസിൻ നാട്രമൂർക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്, ബെല്ല്, നാട്രമൂർ. അതിന്റെ കൂടെയൊക്കെ ഭയങ്കര ക്ലോസ് റണ്ണിങ് ആയി മാക്ഫോസ്. അതായത് തലേ ദിവസം നമുക്ക് ഭയങ്കരമായിട്ടൊരു മെന്റൽ എക്സേർഷൻ ഉണ്ടായി, എന്തെങ്കിലും നമുക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു നല്ല മെന്റൽ എക്സേർഷൻ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് പഠിച്ചു, ഇപ്പൊ കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ ഒത്തിരി നേരം ഇരുന്ന് പഠിച്ചു, അപ്പൊ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഉറക്കം ഒഴിഞ്ഞൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയ്ക്കും മാക്ഫോസ് ഇസ് വെരി മച്ച് ഇൻഡിക്കേറ്റഡ്. പിന്നെ എന്തൊക്കെയാണ്, ടൈം എപ്പോഴായിരിക്കും, 10 to 11 PM ആൻഡ് 4 to 5 PM. വൈകുന്നേരത്തിന് ശേഷം തലവേദന വരുന്ന കുറെ മെഡിസിൻസ് ഉണ്ട്. ചില മെഡിസിൻസിന് മോർണിംഗിൽ തുടങ്ങി ഉച്ച വെയിൽ പോകുന്നിടം വരെ നിൽക്കുള്ളൂ. ചില മെഡിസിൻസ് വെച്ചാൽ ഈ വെയിൽ താന്നിട്ട് പിന്നെ വരുന്ന തലവേദനയ്ക്കാണ് ഈ കൂടുതലും. പക്ഷെ പകലൊക്കെ മൊത്തം വെയിലത്തൊക്കെ നടന്ന് ജോലി ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സർഷനിലോട്ട് പോയി, പക്ഷെ അപ്പൊ കുഴപ്പമില്ല, തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും തലവേദന വരുന്നത്. അപ്പൊ അങ്ങനത്തെ കേസസിനകത്ത് വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മാക്ഫോസ്. പിന്നെ മാക്ഫോസിന്റെ ഹെഡേക്കിന് നമുക്ക് എന്ത് ചെയ്താൽ കുറയും. ഇപ്പൊ ചില ഹെഡേക്കിനകത്താണെങ്കിൽ എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോ പല ടൈപ്പ് ഓഫ് ഹെഡേക്കിന്റെ അമൽറേഷൻ പലതായിരിക്കും. ചിലവർക്ക് വമിറ്റ് ചെയ്താൽ കുറയും, ചിലവർക്ക് സൗണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഈ ഹെഡേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ബൈ പ്രഷർ കൊടുത്താൽ കുറയുന്ന സൈലീഷ്യ, മാക്ഫോസ്, ഇതൊക്കെ നമ്മൾ പ്രഷർ കൊടുത്താൽ തലവേദന കുറയുന്ന മെഡിസിൻസ് ആണ്. പിന്നെ എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ ഹീറ്റ്, ചൂട് കൊടുത്താലും പ്രഷർ കൊടുത്താലും കുറയുന്ന ഒരു മെഡിസിൻ ആണ് മാക്ഫോസ്. അപ്പൊ മാക്ഫോസ് അത്ര ഇൻഡിക്കേറ്റഡ്, അത്ര ക്ലോസ് റണ്ണിങ് ആയതുകൊണ്ടാണ് ഞാൻ മാക്ഫോസിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് ഹെഡേക്ക് പ്ലസ് ഡയറിയ. നമുക്ക് അങ്ങനത്തെ ഒരു കൺകോമ്പിറ്റൻസ് സിംറ്റം യൂഷ്വലി കിട്ടാറില്ല. ഹെഡേക്ക് പ്ലസ് വമിറ്റിംഗ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്, ഹെഡേക്ക് പ്ലസ് നോഷ്യ കിട്ടാറുണ്ട്, ഹെഡേക്ക് പ്ലസ് എക്സാക്ട് വിഷൻ കിട്ടാറുണ്ട്. പക്ഷെ ഹെഡേക്ക് പ്ലസ് ഡയറിയ എങ്ങനെയാണ്, ഫ്രം ജാറിങ് ഓഫ് കാസ്, വണ്ടിക്കകത്തിരുന്ന് യാത്ര ചെയ്ത് കുലുങ്ങി കഴിയുമ്പോഴത്തേക്കും വരുന്ന തലവേദന. പിന്നെന്തൊക്കെയാണ്, ഹെഡേക്ക് ഇന്റൻസ് ബേണിംഗ് പെയിൻ ഇൻ ബ്രെയിൻ വേഴ്സ് സെറിബെല്ലം എക്സ്റ്റെൻഡിങ് ഡൗൺ ദ സ്പൈൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തലവേദന തുടങ്ങിയിട്ട് തലവേദന എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ബാക്കിൽ നിന്ന് മുമ്പിലോട്ട് വരുന്നതാണെങ്കിൽ തിങ്ക് ഓഫ് ദിസ് മാക്ഫോസ്. അതേപോലെ തന്നെ ഈ ബാക്കിൽ നിന്ന് സ്പൈനിലോട്ട്, നട്ടലിലോട്ട് ആ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ബേണിംഗ് സെൻസേഷനും ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന മെഡിസിൻ ഏതാ ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷെ ഇതിന്റെ പോയിന്റ്സ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തലവേദന കൂടെ കൺകോമ്പിറ്റന്റ് സിംറ്റം ഡയറിയ, അത് റെയർ സിംറ്റം ആണ്. പിന്നെ എന്താണ്, ഹെഡ് ഫീൽസ് ഹെവി ആസ് എഫ് ത്രോൺ ബാക്ക്വേർഡ്സ്, ബാക്കിലോട്ട് എടുത്ത് ചാടിയത്, ബാക്കിലോട്ട് തള്ളിയതുപോലെ കൺട്രാക്റ്റഡ് ഫീലിംഗ്. പിന്നെ എക്സ്റ്റെൻസ് ഡൗൺ ദ ഹോൾ ലെങ്ത് ഓഫ് സ്പൈൻ, അത് ഭയങ്കര റെയർ സിംറ്റം. അങ്ങനെ ഈ രണ്ട് സിംറ്റം, ഡയറിയും എക്സ്റ്റെൻഡിങ് ബാക്ക് ടു ദ സ്പൈനും വരുന്ന മെഡിസിൻ ആണ് ഇറ്റ്സ് മെഡോർണം. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ ഒരു റെയർ ആയതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. സോ ഡയറിയ, ഹെഡേക്കിന്റെ കൂടെ ഡയറിയ ഉണ്ട്. പിന്നെ എന്താണ്, ബാക്കിലോട്ട് സ്പൈനിലോട്ട് ഹെഡേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് രണ്ടിനും വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെഡോറിനം. ഇനി അടുത്തതെന്ന് പറയുന്നത്, അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റെയർ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നെർവസ് ഹെഡേക്ക്. നമുക്കിപ്പോ തലവേദന തന്നെ പല ടൈപ്പ് ഹെഡേക്സ് വരാറുണ്ട്. അത് ഗ്യാസ്ട്രിക് ഹെഡേക്ക് കൊണ്ടുവരാറുണ്ട്, ഇൻഡൈഷ്യൽ ഹെഡേക്ക് വരാറുണ്ട്. അതേപോലെ മാക്ഫോസും ഒക്കെ നെർവസ് ഹെഡേക്ക് ആണ്. അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് നെർവസ് ഹെഡേക്ക് ആണ്. പിന്നെന്താണ്, നെർവസ് ഹെഡേക്ക്, നമ്മൾ ഈ തലവേദന എന്ന് പറയുന്ന സാധനം, തലവേദന വരുമ്പോ എപ്പോഴും നമ്മൾ കാണാറുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വെന്റ് ഔട്ട് വന്നു കഴിഞ്ഞാൽ തലവേദന കുറയും. ഇപ്പൊ ചില ആൾക്കാർക്കാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ
പിന്നെ എന്താണ് തലവേദന കുറയും. ചില ആൾക്കാർക്കാണെങ്കിൽ എന്തായിരിക്കും പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ തലവേദന കുറയും. അതേപോലെ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ തലവേദന കുറയുന്ന മെഡിസിൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നെർവസ് ഹെഡേക്ക് ആണ്. ഈ മെഡിസിൻ ലാസ്റ്റ് പറയാം. നെർവസ് ഹെഡേക്ക് ആണ്. പിന്നെന്താണ്, എപ്പിസ്റ്റാസിസ് കഴിയുമ്പോഴത്തേക്ക് ദേ വിൽ ബി റിലീവ്ഡ്. അത് 2-3 മെഡിസിൻസ് ഉണ്ട്, ബുഫോയ്ക്കും ഉണ്ട് ഫെർഫോസിനും ഉണ്ട്. അതാണ് എപ്പിസ്റ്റാസിസ് കൊണ്ട് റിലീവ്ഡ് ആവുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ബുഫോയ്ക്കും ഈ പറയുന്ന മെഡിസിനും ഉണ്ട്. പിന്നെ എന്താണ്, വെർട്ടെക്സിൽ നിന്ന് പ്രസിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആണ്, ഫ്രം എബവ് ഡൗൺവേർഡ്സ്. നമുക്ക് വേർട്ടെക്സിൽ നിന്ന് എബവ് ഡൗൺവേർഡ്സ്. ഇപ്പൊ എത്രയോ സിംറ്റംസ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ എത്രയോ ലൊക്കേഷൻ ചേഞ്ച് ഹെഡേക്കിന്റെ മെഡിസിൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അതായത് ഫ്രം എബവ് ഡൗൺവേർഡ്സ്, ഉച്ചി തുടങ്ങി ബാക്കിലോട്ട് പോകുന്നു. പിന്നെന്താണ്, ബെറ്റർ പ്രഷർ വിത്ത് ഹാൻഡ്സ് ഹാർഡ്. നമ്മൾ തലയിലോട്ട് നല്ല പോലെ പ്രഷർ കൊടുത്താൽ മാത്രമേ ആ തലവേദന കുറയുള്ളൂ. വേഴ്സ് എക്സ്റ്റെൻഡിങ് ഓഫൺ വിത്ത് ഐസി കോൾഡ്നെസ് ഓഫ് ദ ഹാൻഡ്സ്. നമ്മുടെ കൈയൊക്കെ നല്ല തണുത്തതുപോലെ ആകും. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും മെഡിസിൻ? സോ ദ മെഡിസിൻ ഈസ് ഒരു സെക്കൻഡ്, ഒന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതായത് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് രണ്ട് സിംറ്റം എന്ന് പറഞ്ഞാൽ നെർവസ് ഹെഡേക്ക്, എപ്പിസ്റ്റാസിസ് ഗീസ് റിലീഫ്. ഇത് രണ്ട് മാത്രമുള്ള മെഡിസിൻ എന്ന് പറയുന്നത് മെല്ലിലോട്ടസ്, ഫെറംഫോഴ്സ് ആൻഡ് ബുഫോയാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത്, അതായത് വേർട്ടെക്സിൽ നിന്ന് താഴത്തേക്ക് പോകുന്നുണ്ട്. പിന്നെന്താണ്, പ്രഷർ കൊടുത്താൽ കുറയും, കയ്യിൽ ഐസി കോൾഡ്നെസ്. ഇത്രയാണെങ്കിൽ മെനിയാന്തസ് ആണ് മെഡിസിൻ. ഇറ്റ്സ് മെനിയാന്തസ്. നമ്മൾ ഇതൊക്കെ ഒന്നും ഈ പറഞ്ഞ മെഡിസിൻസ് ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അല്ല. ഓക്കെ, ഇനി ഒരു മെഡിസിൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കേസിലേക്ക് അങ്ങ് പോകാം. ഓക്കെ, സോ ഇനി അടുത്ത മെഡിസിൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ മാക്ഫോസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് തലവേദന വരുമ്പോൾ കുറയ്ക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഇതും. അത് എന്തെങ്കിലും ഒരു മെന്റൽ എക്സർഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണ്, സൺ ഓർ വർക്കിംഗ് അണ്ടർ സൺലൈറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഓരോ ചിപ്സ് ഒക്കെ വറുക്കുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക്, വെയിലിന്റെ അടിയിൽ വർക്ക് ചെയ്യുന്നവര്, ഗ്യാസ് ലൈറ്റിന്റെ അടിയിൽ വർക്ക് ചെയ്യുന്നവര്, ഇതിനോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റഡ് 2 മെഡിസിൻസ് ആണ് ഗ്ലോണോയിനും ലാക്ടസിസും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഉള്ള ഈ മെഡിസിനും അതുപോലെ തന്നെയാണ്. സൂര്യപ്രകാശത്തിന്റെ അടിയിൽ ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തലവേദന. പിന്നെ എവിടുന്നാണ് ഇത് തുടങ്ങുന്നത്? നെയ്പ് ഓഫ് ദ നെക്ക്, കഴുത്തിന്റെ ബാക്കിൽ നിന്നാണ് ഈ തലവേദന. ടെൻഷൻ, കഴുത്തിന്റെ ബാക്കിൽ ഒരു പ്രഷർ അനുഭവപ്പെടും. പിന്നെന്താണ്, ഓക്സിപ്യൂട്ട് ബിഫോർ ദ മെൻസസിന് ജസ്റ്റ് മുമ്പായിട്ട് കഴുത്തിന്റെ ബാക്കിൽ ഒരു സ്ട്രെയിൻ അനുഭവപ്പെടുകയാണ്. ഹെഡ് ഫീൽസ് ടു ലാർജ് ആസ് ഇഫ് ഇറ്റ് ബേസ്റ്റ് ഔട്ട്. പൊട്ടിത്തെറിക്കും ഇപ്പം എന്ന് തോന്നുന്ന തലവേദന. എന്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്ന് തന്നെ പേഷ്യന്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയും. അപ്പൊ നമ്മൾ ഒരുമാതിരിപ്പെട്ട ഹെഡേക്ക് വരുമ്പോ തന്നെ നമ്മൾ ഓക്കുപ്പേഷൻ നിർബന്ധമായിട്ട് ചോദിക്കണം. കാരണം വെയിലിൽ വർക്ക് ചെയ്യുന്നവരാണോ അതോ ഇപ്പം സർവേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചൂട് സമയത്ത് അവർക്ക് വെയിലത്ത് പോയേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന തലവേദനയ്ക്കാണ് ഈ മെഡിസിൻ ഇൻഡിക്കേറ്റേഴ്സ്. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെഡിസിനും കൂടെ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഗ്ലോണോയിൻ. നാട്രം കാർബാണ് മെഡിസിൻ. അതായത് സൂര്യപ്രകാശത്തിന്റെ അടിയിൽ ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തലവേദന കൂടും. ഇവിടെ കഴുത്തിന്റെ അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടും ജസ്റ്റ് ബിഫോർ ദ മെൻസസ്. പിന്നെ തല പൊട്ടാൻ പോലത്തെ പോകുന്ന ഫീലിംഗ്. ഇത്രയും ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് മെഡിസിൻ, ദാറ്റ് ഇസ് നാട്രം കാർബ്. ഇനി ഒരാളെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ എന്താണ് അക്യൂട്ട് മെഡിസിൻസ് നിർത്തിയിട്ട് വിൽ ഗോ ടു ദ കേസിലേക്ക് പോവാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെഡേക്ക് എങ്ങനെയായിരിക്കും? അനീമിക് ആയിട്ടുള്ള സ്കൂൾ ഗേൾസ്, ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അതായത് അഡോളസന്റ് ഏജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. കറക്റ്റായിട്ട് ഫുഡൊന്നും കഴിക്കത്തില്ല, ബോഡി സ്ലിമ്മിങ്ങിന്റെ പാർട്ടായിട്ട് വൈറ്റമിൻസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവർ കഴിക്കുന്നുണ്ടാവില്ല. രാവിലെ ഇറങ്ങി ഓടുമായിരിക്കും എൻട്രൻസ് ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും, HB പൊതുവെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ അനീമിക് ആയിട്ടുള്ള സ്കൂൾ ഗേൾസിന് വരുന്ന ഹെഡേക്ക് ആയിരിക്കും. അത് ഏത് സൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് എ ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്ക്. എവിടെ ആയിരിക്കും ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്ക് എന്ന് പറയുമ്പം? ക്ലേവസിന്റെ അവിടെയാണ് ഹെഡേക്ക് അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ്, പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ, തല പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലത്തെ. ഈ നാട്രം കാർബിന് പറഞ്ഞ പോലെ നാട്രം കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലത്തെ തലവേദനയായിരിക്കും. ഫേസ് എങ്ങനെയായിരിക്കും? റെഡ് ഫേസ്, ജസ്റ്റ് ലൈക്ക് മാക്ഫോസ്. മുഖം നല്ല റെഡ് ആയിരിക്കും. നോഷ്യ പ്ലസ് വമിറ്റിംഗ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെൻസസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെൻസസിന് മുമ്പ്, അപ്പോഴും ആഫ്റ്റർ മെൻസസ്. ഈ സമയത്തും എല്ലാം ഹെഡേക്ക് ഉണ്ട്. എങ്ങനെയാണ്? ആസ് ഇഫ് 1000 ഹാമേഴ്സ് were നോക്കിംഗ് ദ ബ്രെയിൻ. അങ്ങനെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ക്ലേവസ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മെൻസസിന് മുമ്പ്, മെൻസസ് സമയത്ത്, ആഫ്റ്റർ മെൻസസ്. ബ്ലൈൻഡ്ലി നമുക്ക് ഈ നാട്രമോർ സുഖമായിട്ട് കൊടുക്കാം.
ദെൻ ബെറ്റർ ബൈ പെർസ്പിരേഷൻ, ഒന്ന് വിയർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന കുറയും. ദെൻ നെക്സ്റ്റ് പിന്നെ എന്തൊക്കെയാണ്, ഹെഡേക്ക് ബിഗിനിങ് വിത്ത് ബ്ലൈൻഡ്നെസ്, ഈ കണ്ണിന്റെ മുമ്പിൽ ഇരുട്ട് കയറുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഐറിസിന് കണ്ണിന്റെ മുമ്പ് ഇരുട്ട് കയറും. അതുപോലെ ഐറിസ് പറഞ്ഞാൽ കോൺട്രാസ്റ്റിംഗ് മെഡിസിൻ, കോൺട്രാസ്റ്റിംഗ് ആക്ഷൻ ഉള്ള മെഡിസിൻ ഐറിസും. ഐറിസും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അത് തലവേദന എപ്പോഴാണ് വരുന്നത്? സ്ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് തലവേദനയില്ല, റെസ്റ്റ് എടുക്കുമ്പോഴാണ് തലവേദന വരുന്നത് ഐറിസ്. അത് ഇതിനകത്ത് പക്ഷെ അങ്ങനെയല്ല, ഇത് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ബ്ലൈൻഡ്നെസ്, കണ്ണിന്റെ മുമ്പ് ഇരുട്ട് കയറും തലവേദനയ്ക്ക് മുമ്പ്. അത് 3 മെഡിസിൻസ് മെയിൻ. ഈ പറയുന്ന മെഡിസിൻ കാലി, ബൈക്ക്, പിന്നെ ഏതാണ്? ഐറിസ്. ഇത് 3ഉമാണ് കണ്ണിന്റെ മുമ്പ് ഇരുട്ട് കയറുന്നത്. അപ്പൊ ഇത് മെഡിസിൻ ഏതാന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. നാട്രമൂർ ആണ്. പിന്നെ എന്തൊക്കെയാണ് ഈ മെഡിസിന്റെ വേറെ കുറച്ച് ഇതെന്ന് വെച്ചാൽ ഡാസ്ലിംഗ് ലൈക്ക് ലൈറ്റനിങ്, കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലത്തെ ഫീലിംഗ്, ത്രോബിംഗ് ഹെഡേക്ക് ഫ്രം ഐ സ്ട്രെയിൻ, കണ്ണ് ഒത്തിരി സ്ട്രെയിൻ, നമുക്കറിയാം കണ്ണ് ഒത്തിരി സ്ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്ന തലവേദനയ്ക്കകത്ത് കുറേ മെഡിസിൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് 2 പറയുന്നത് നാട്രമൂറും റൂട്ടയും ആണ്. റൂട്ടൊക്കെ ഇതേ സ്ഥിതിയുണ്ട്, ഒരുപാട് നേരം കണ്ണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തലവേദന. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് അക്യൂട്ട് മെഡിസിൻസിന്റെ ഞാൻ ഇപ്പൊ നിർത്തുവാണ്. എന്നിട്ട് നമുക്ക് കേസ് സ്റ്റഡിയിലോട്ട് പോവാം. അപ്പൊ ഞാൻ കേസ് പറയാൻ പോവാണ്. അപ്പൊ കേസ് എന്ന് പറയുമ്പോൾ ഒരു കഥ പോലത്തെ ഒരു കേസ് ആയിരുന്നത്. അതായത് എന്റെ അടുത്തൊരു ശരിക്കും പറഞ്ഞ ഒരു ഫിലിം സ്റ്റാറിന്റെ മകളായിരുന്നു. ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വിഷയമൊന്നും പറയുന്നില്ല. അപ്പൊ ഫിലിം സ്റ്റാറിന്റെ മകളായിരുന്നു. അപ്പം അവരുടെ ഹസ്ബൻഡാണ് ഇവരെ എന്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പം ആ കേസ് പ്രസന്റ് ചെയ്യാൻ വെച്ചാൽ ഡോക്ടറെ മൈഗ്രെയിൻ, ഇവക്ക് എപ്പോഴും മൈഗ്രെയിൻ ആണ്, തലവേദനയാണ്. പിന്നെ തലവേദന വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൈ കിട്ടുന്ന സാധനം എടുത്ത് എറിഞ്ഞു കളയും. അങ്ങനെ എന്തോ ഇതിപ്പോ എന്റെ അടുത്ത് വരാനുണ്ടായ ഒരു കേസ്, ഇവര് സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കണ്ടു, മെഡിസിൻ എടുത്തു. പക്ഷെ മെഡിസിൻ എടുക്കുമ്പോൾ ഈ പേഷ്യന്റ് കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതല്ലാതെ എണീക്കുമ്പോൾ ഷീസ് ബിഹേവിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഒരു നേരത്തെ ഒരു സീരിയൽ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു ഹെഡേക്ക് ആയിട്ട്. അപ്പൊ ആ കൊച്ചിന് കുറഞ്ഞപ്പോ ആ കുട്ടി റെഫർ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കുട്ടി ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത് കുട്ടിയല്ല, ലേഡിയാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലേഡിയാണ്. അപ്പോ ഇവരിങ്ങനെ, ഈ ഹസ്ബൻഡ് പറയാണ്, മേഡം ഇങ്ങനെ തലവേദന വന്ന ഇങ്ങനെ പ്രശ്നം വരും, ഇവള് ഇങ്ങനെ ഭയങ്കര വയലന്റ് ആയിട്ട് എല്ലായിടത്തും എറിയും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവളിങ്ങനെ വയലന്റ് ആയപ്പോഴത്തേക്ക് കത്തി എന്തോ എടുത്ത് ഇങ്ങനെ എറിഞ്ഞപ്പം ഇളയ കുട്ടിയുടെ ബോഡിയിൽ എന്തോ പോയി തട്ടി എന്ന് പറഞ്ഞു. അപ്പം എന്തോ ഇവള് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് വയലന്റ് ആവുക മാഡം. അപ്പൊ ഞാൻ ചോദിച്ചു മെനോപോസ് ടൈം ആയോ? ഈ മെനോപോസ് ടൈം ആയിട്ട്, ബട്ട് ഷീസ് അപ്രോച്ചിങ് ദി മെനോപോസ് ആണ്. ഒരു 43-47 വയസ്സൊക്കെ ഉണ്ടാവും, 45 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ ഷീസ് ലുക്കിംഗ് വെരി ഗുഡ്, ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു എക്സ്പ്രഷൻ വെച്ചാൽ അവര് ഭയങ്കര നിരാശയിലാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പതുക്കെ കേസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവരിങ്ങനെ പറഞ്ഞു, മാഡം എനിക്ക് എന്തോ ഒന്ന് സംസാരിക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല, എനിക്ക് എന്ത് ഇനി ഹോമിയോപ്പതി ഒക്കെ ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ കഴിച്ചതാണ്. അപ്പൊ അവര് പറയുന്ന കേട്ട് നമുക്ക് തോന്നും എന്തോ അവർക്ക് എന്തോ ഈ മടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞമ്മ ഒന്നും കൂടി നമ്മൾ കുറച്ചും കൂടി സംസാരിച്ച് കുറച്ചുകൂടെ അടുത്തടുത്ത് വന്നപ്പം അവരുടെ ഒരു അപ്രോച്ച് എന്താന്ന് വെച്ചാൽ, ഓ എനിക്ക് ഇനിയിപ്പോ ഇതൊന്നും ഹോമിയോ ഒന്നും മരുന്നൊന്നും കഴിച്ചാലൊന്നും ഏക്കത്തില്ല, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു റെസ്പോൺസ് അവർ തന്നത്. അപ്പം ഞാൻ ചോദിച്ചു മാഡം വേറെ എന്തൊക്കെ മെഡിസിൻസ് കഴിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് മെഡിസിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ പോട്ടെ, വിശേഷങ്ങളൊക്കെ പറ. സോ ഐ മേക്ക് എ ഗുഡ് റാപ്പോ വിത്ത് ഹെർ, ഭയങ്കര കൂട്ടായി. അപ്പൊ നമ്മൾ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കേസസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, അത് എല്ലാ ഡോക്ടേഴ്സിനും അത് തന്നെയാണോ എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല. ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലൊക്കെ ഇടാം. അതായത് ഇപ്പൊ ചില ലേഡീസ് നമ്മൾ വരുമ്പോ അവരിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ വേറെ ആരെങ്കിലും ഒരു കേസ് ഇവരോട് ഇങ്ങനെ പറയും. അപ്പൊ ഇവര് കയറി കൊത്തും അതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേറെ ആരുടെങ്കിലും ഒരു കേസ് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ്, ഇപ്പൊ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇമ്മോറൽ ട്രാഫിക്കിലോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവർക്ക് വേറൊരാളോട് പ്രണയമോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടായ ഡിപ്രഷൻസോ അങ്ങനെയൊക്കെ പല കേസസിലും ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും നമ്മളെപ്പോലെ ഒരു ലേഡി ഒരു ഡോക്ടർ ചോദിക്കുമ്പോൾ അവരെ തുറന്ന് പറയണമെന്നില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ അയാൾ വരുന്ന അത്രയും ഒബ്സർവേറ്റീവ് ആയിരിക്കണം നമ്മൾ, ആയിരിക്കുമല്ലോ നമ്മൾ. പക്ഷെ ഇവര് വരുമ്പോഴും ഇരിക്കുന്ന രീതിയും അവരുടെ ഒരു സ്റ്റൈലും ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാം. ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു കേസ് എടുത്തിടും. കേസ് എടുത്തിടുമ്പോൾ ആ കേസിനകത്ത് ഇവര് കയറി കൂത്തും. ഇവര് പറയുന്ന കമന്റിൽ വെച്ച് ഇവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് നമുക്കൊരു ത്രെഡായിട്ട് കിട്ടും. അല്ലാതെ അവരുടെ മൈൻഡിലോട്ട് കയറാൻ നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. അപ്പൊ ഞാൻ ആ കേസിൽ ഞാനിങ്ങനെ വേറൊരു കേസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സ്ത്രീകളുടെയൊക്കെ കാര്യം പക്ഷെ ഒരു കഷ്ടമാണ്. ഒരു ഏജ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പിന്നെ ഒട്ടും കൺസിഡറേഷൻ കിട്ടത്തില്ല. പിന്നെ അവരിങ്ങനെ ജീവിച്ച് തള്ളുകയാണ്.
സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം അൺപെയ്ഡ് സെർവൻസ് ആണ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവര് പതുക്കെ എന്റെ ട്രാക്കിലോട്ട് വന്നു. കാരണം അവർ ചിന്തിക്കുന്ന ട്രാക്കിൽ പെട്ട ഒരാളാണ് ഞാൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പം അവര് പതുക്കെ ഇങ്ങനെ അവരുടെ കേസ് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. 2-3 സിറ്റിങ്ങിലൂടെയാണ് ആ കേസ് പതുക്കെ പതുക്കെ ഭയങ്കര കൂട്ടായി. ഞാൻ പറഞ്ഞു വേണ്ട മാഡം, തലവേദനയുടെ സിംറ്റം ഒന്നും ഇപ്പൊ പറയണ്ട, നമുക്ക് കേസ് ഇപ്പൊ എടുക്കണ്ട, വിൽ ജസ്റ്റ് സ്റ്റോപ്പ് മാഡത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ സംസാരിപ്പിച്ച് കുറേ കാര്യങ്ങളെ പറ്റി, ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, പിന്നെ അതീ പിടിച്ചു പോയി. അപ്പൊ നമുക്ക് ലോകജ്ഞാനവും കുറച്ച് വേണം. കാരണം ഇവരുടെ അടുത്തോട്ട് കയറണമെങ്കിൽ നമുക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പോയാൽ അവരുടെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലോട്ട് നമ്മൾ കൊത്തിയാലേ അവര് നമ്മുടെ ട്രാക്കേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിച്ചു പോയപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു, മാഡം എനിക്ക് അറിഞ്ഞൂടാ മാഡം, ഞാൻ ചില ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്യും. പിന്നെ അപ്പൊ ചില ദിവസം എനിക്ക് തന്നെ അറിയത്തില്ല, എനിക്ക് കൺട്രോൾ മൈൻഡിൽ നിന്ന് പോയി ഞാൻ എങ്ങനെ വയലന്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ കേസൊക്കെ എടുത്തു. ചോദിച്ചു മാഡം ഡിസാറ്റിസ്ഫൈഡ് ആണോ? ഓ ഇല്ല മാഡം, എനിക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ. എന്റെ ഹസ്ബൻഡ് ഈസ് വെരി ഓക്കെ. പുള്ളി രാവിലെ എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ പുള്ളി എന്നെ വിളിക്കത്ത പോലുമില്ല. എനിക്ക് തലവേദനയാന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ രാവിലെ എല്ലാം ചെയ്തോളും. ഉച്ചയ്ക്ക് എനിക്ക് ഇച്ചിരി നേരം ഉച്ചയ്ക്കൊരു ഉറക്കമുണ്ട്. ആ സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് പുള്ളി എന്നെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാറില്ല. എനിക്കിങ്ങനെ മൈഗ്രെയിൻ വരുമെന്ന് പുള്ളിക്കാരന് പേടിയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങള് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഹസ്ബൻഡിനെ കൊണ്ട് പ്രത്യേകിച്ച് ചോദിച്ചപ്പോ മക്കളൊക്കെ എങ്ങനെ, മക്കളുടെ കാര്യത്തിൽ വല്ല മാഡം സ്ട്രെസ്ഡ് ആണോ? ഇല്ല മാഡം, ഞാൻ മക്കളുടെ കാര്യത്തിൽ മക്കൾ ഒരാള് പുറത്ത് ജോലിയായി, ഷീ സെറ്റിൽഡ് എബ്രോഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു മോളേ ഉള്ളൂ, അയാളും വേറെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അയാൾ എല്ലാ വീക്കെൻഡ്സിലും വരും. സോ ഫാമിലിയിൽ വല്ല. ഞാൻ നിങ്ങൾ പുറത്ത് ഔട്ടിംഗ് ഒക്കെ ഉണ്ട് മാഡം, ഞങ്ങൾ കഴിഞ്ഞ 1 മാസം മുമ്പെല്ലാം പുറത്തൊക്കെ പോയി എല്ലാം പോയി. ഓക്കെ, നിങ്ങൾ ഫിസിക്കൽ റിലേഷൻ നമ്മൾ വലുതായിട്ടില്ല മാഡം, അത് എനിക്ക് ഫിസിക്കൽ റിലേഷൻ വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ, അതെന്താ മാഡം ഫിസിക്കൽ റിലേഷൻ? അത് എനിക്ക് എന്തോ മാഡം, എനിക്ക് ഫിസിക്കൽ റിലേഷൻ നമുക്ക് പ്രായമൊക്കെ കുറെ ആയില്ലേ, അപ്പൊ എനിക്ക് ഇതിനകത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഇത് എന്തോ കുഴപ്പമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്താണ്, അത് ഇവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പോയി വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല കൂട്ടായപ്പോഴത്തേക്കും കുറേ സിംറ്റംസ് കിട്ടി. ആ സിംറ്റംസ് ആയിരുന്നു നമ്മുടെ മെഡിസിനിലേക്ക് പോയിന്റ് ചെയ്യാനും പറ്റി. അവർക്ക് ഇന്ന് വരെ തലവേദന പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം വരെ ഇടയ്ക്ക് അവർ ഫോളോ അപ്പ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് വരാൻ പറയും. 6-8 മാസത്തോളം ഞാൻ ഫോളോ അപ്പ് ചെയ്തു. തലവേദന അങ്ങനെ വന്നിട്ടില്ല. ഇടയ്ക്ക് തന്നെ വേറെ ആവശ്യത്തിനൊക്കെ ഇവർ വരാറുണ്ട്, വേറെ മെഡിസിൻസിനൊക്കെ. അപ്പോഴിവര് മൈഗ്രെയിൻ പിന്നെ അങ്ങനെ ഈ ചൂട് സമയത്തൊക്കെ അവർ വരാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവർക്ക് ഷീസ് ഓക്കെ. അപ്പോ ഈ കേസിനകത്ത് ഞാൻ ചോദിച്ചു മാഡം ഇതെന്താ പ്രശ്നം? അവസാനം വൺ ഡേ ഷീ ഓപ്പൺഡ് അപ്പ്. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു ഭയങ്കര സൂപ്പർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഭയങ്കര പണക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റില്. അപ്പം എന്താ ഇതെന്ന് വെച്ചാൽ ഷീസ് ഹാവിങ് ആൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വിത്ത് എ മെയിൽ ഹു ഈസ് സ്റ്റേയിങ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലാറ്റ്. അവരുടെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് ഹീസ് ഓൾസോ ഫ്രം ദ ഫിലിം ഫീൽഡ്. അപ്പൊ ഈ പറഞ്ഞ കുട്ടിയുടെ അച്ഛനും ഫിലിം ഫീൽഡിലാണ്, ആ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളും ഫിലിം ഫീൽഡിലാണ്. അപ്പൊ ഇവർക്ക് പൊതുവെ ഈ ഫിലിം ഫീൽഡിലെ അച്ഛനൊക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പുള്ളി ഒരു പാവപ്പെട്ട ഹിസ് എ ഫാമിലി മാൻ, ഹി ഡസന്റ് നോ എനിത്തിങ്, അതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു പാവം മനുഷ്യൻ. അപ്പം ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ സംസാരിക്കാൻ വലിയ ടോപ്പിക്സ് ഒന്നും ഇല്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഫുഡ് വേണോ, നിനക്ക് ഡ്രസ്സ് വേണോ? അപ്പൊ അതെല്ലാം ഓക്കെ ഫില്ലിംഗ് ആണ്. പക്ഷെ പുള്ളിക്കും ഈ പറഞ്ഞ കണക്ക് പുള്ളിയുടെ ഒരു മെത്തേഡിനോട് ഈ കുട്ടിയും ഹാപ്പി അല്ല. അപ്പൊ അതുകൊണ്ട് അവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഇല്ല. രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത്. വലിയ ഫിസിക്കൽ റിലേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ മക്കളൊക്കെ വലുതായില്ലേ, ഇങ്ങനെയൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അതിശയിച്ചു. ഞാൻ ചോദിച്ചു അതെന്താ മാഡം? അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു, മാഡം എനിക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമാണ് മാഡം, ഞാൻ അയാളെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം, അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ? ഇല്ല മാഡം, ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ മാഡം അങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല? ഇപ്പൊ ഈ ഹസ്ബൻഡിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ സെക്ഷലി ഗ്രാറ്റിഫൈ ചെയ്യാൻ എന്റെ ഹസ്ബൻഡ് പറ്റുന്നില്ല. സോ എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യം, എനിക്ക് അയാളോട് ഒരു വെറുപ്പാണ്. പുള്ളി എല്ലാം തരുന്നുണ്ട്. പക്ഷെ എന്നെ ഗ്രാറ്റിഫൈ ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു മാഡത്തിന് സെക്സിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞു, പിന്നെന്താണ് പ്രശ്നം? അപ്പൊ അവര് പറഞ്ഞു അല്ല മാഡം, എനിക്ക് ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ആണ് ഞങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അത് മാഡം ഞങ്ങള് ഫോണിൽ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ ആ പ്രണയത്തിൽ പിടിച്ചാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഞാൻ ശരിക്കും ഷോക്ഡ് ആയിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പൊ പുള്ളി എനിക്ക് പിന്നെ ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ ഓഫർ ചെയ്യും. ഇങ്ങനെ എനിക്ക് നമ്മൾ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പുറത്ത് റൂമൊക്കെ? ഇല്ല മാഡം, അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾക്ക് ഇല്ല. പക്ഷെ നമ്മൾ നല്ല എന്തോ എനിക്ക് അറിയത്തില്ല, എന്റെ വൈബും പുള്ളിയുടെ ഇതും കൂടെ ഒന്ന് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് പുള്ളി വിളിച്ചില്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. പിന്നെ ഞാൻ പുള്ളിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആണ്. എന്തൊക്കെയോ ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ. അപ്പം ഞാൻ ഇവരുടെ ബാക്ക് ഹിസ്റ്ററി ഒന്ന് എടുത്തു. ഇവര് കുഞ്ഞിലത്തെ കാലം ഇങ്ങനെ എടുത്തു. കുഞ്ഞിലത്തെ കാലം കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ അതാണ് അടുത്ത ഷോക്കിങ്. അടുത്ത ഷോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുഞ്ഞു സമയത്ത് തന്നെ ഇവരുടെ അച്ഛൻ ഈ കുട്ടീനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഫാമിലീസിലൊക്കെ ഇത് നടക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് പുറത്തേക്ക് വരാനോ അല്ലെ പ്രതികരിക്കാനോ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് അന്ന് പുറത്ത് വരാറില്ലായിരുന്നു. അപ്പൊ അന്ന് വളരെ കുഞ്ഞായിരുന്നപ്പോഴേ ഇവർക്ക് ഇവരുടെ ഫസ്റ്റ് ഈ എന്താ പറയുന്നത്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആ മനുഷ്യൻ കുഞ്ഞിനെ ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരിത് അമ്മയോട് പറഞ്ഞിട്ടും ഉണ്ടെന്ന്. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മറക്കള, അത് നമുക്ക് ഫാമിലി ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, സോ ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പം അതോടുകൂടി ഇവർക്ക് എന്താണ് യൂഷ്വലി നമ്മുടെ ഈ സൈക്കോളജിക്കകത്തൊക്കെ എനിക്ക് കുറച്ച് കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മളിങ്ങനെ കൗൺസിലിംഗ് ഫീൽഡിൽ തന്നെ ആയതുകൊണ്ട് സൈക്കാട്രിസ്റ്റുമാര്, സൈക്കോളജിസ്റ്റുമാര് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അതിൽ ഇപ്പൊ പലരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോ ഇതിനകത്ത് റെസിപ്രോക്കൽ വേർഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് റെസിപ്രോക്കൽ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിന്നെ നമ്മുടെ ഫാദറിനോട് നമുക്കുള്ള ഒരു ഇമോഷൻ എന്തായിരിക്കുമോ അതിനോട് സെയിം വേ റെസിപ്രോക്കൽ ആയിരിക്കും ടു ദ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുഞ്ഞിലേ ഒരു സമയത്ത് ഇങ്ങനത്തെ ടോർച്ചറിങ് അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ സെക്സിനോട് ഭയങ്കര അവേർഷൻ ആയിരിക്കും. അത് രണ്ട് സെക്സും ഇറ്റ്സ് ആപ്ലിക്കബിൾ. ഇപ്പൊ കുഞ്ഞിലെ ചെറിയ ഹൈനോയ കേസ്, ഇപ്പൊ ഇത് കേസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറൊരു കേസ് കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് പറയുകയാണ്. മെയിൽസിന്റെ കേസിനകത്ത് ഇതുപോലെ തന്നെ സംഭവിക്കും. ചില മെയിൽസിനകത്ത് വളരെ കുഞ്ഞിലെ ആ കുട്ടീനെ ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള മെയിൽസോ വല്ല അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഇവർക്ക് ഈ സെക്സിനോട് കംപ്ലീറ്റ് അവേർഷൻ ആയി പോകും. അപ്പൊ പിന്നെ ഫാമിലി ലൈഫിലോട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ എൽഡർ ആയിട്ട് വരുമ്പോ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട്ണറിനോടും ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കര ഇഷ്യൂസ് വരും. അതാണ് ഈ കുഞ്ഞിലെ ഉള്ള എന്താ പറയാ സെക്ഷൽ ട്രോമാസ്, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ രണ്ട് സെക്സിലും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ കേസിലും ഇതുപോലെ ഉണ്ടായിട്ട് ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പേരൻസ് വളരെ ഈ അമ്മയ്ക്ക് ഈ കാര്യം മനസ്സിലായതോടുകൂടി അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ പതുക്കെ ഹോസ്റ്റലിലേക്ക് മാറ്റി. വളരെ കുഞ്ഞു സമയത്തെ ഇതിനെ ഹോസ്റ്റലിലേക്ക് മാറ്റി. ബിഫോർ 10th തന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റി. അപ്പൊ ഹോസ്റ്റലാണ് ആ കുട്ടി താമസിച്ച് വളർന്നു വന്നത്. അപ്പൊ ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ യൂഷ്വലി വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ഈ ഹോസ്റ്റൽസിൽ ഇപ്പോഴത്തെ കാലത്ത് അത്രയ്ക്കും സ്ട്രോങ് അല്ല. കാരണം ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും അവെയർ ആണ്, വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത് അവെയർ ആണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് ഒരു ഹോസ്റ്റൽ ലൈഫിൽ എന്നാ സംഭവിക്കുമെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഓക്കെ ഇടയ്ക്കൊന്ന് പോയേ ഓക്കെ സോറി ഇടയ്ക്കൊന്ന് പോയി. ഓക്കെ, അപ്പോ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് അതായത് ഈ ഹോസ്റ്റൽസിലൊക്കെ കുറച്ചും കൂടെ കോമൺ ആയിട്ട് ഹോമോസെക്ഷുവാലിറ്റിയും. കേൾക്കാമോ മനോജ് സാറെ? കേൾക്കാമോ? കേൾക്കാമല്ലോ. ഓക്കെ. അപ്പൊ പണ്ടത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽസിൽ ഒരു 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 അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലെസ്ബിയൻസും ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ഇയേഴ്സ് ബാക്ക്. അപ്പോ ഈ കുട്ടി ആ ഹോസ്റ്റലിൽ വളർന്നു വന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഷി വാസ് പ്രോൺ ടു മാസ്റ്റർബേഷൻ അങ്ങ് ഹാബിറ്റ് ആക്കി വന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം ഫാമിലി ലൈഫിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ലൈവായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇവർക്ക് താല്പര്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ആ താല്പര്യമില്ലായ്മ, എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് മാഡം, വൈ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്? അപ്പൊ ആ കുട്ടി പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ മാഡം ഐ ഡോണ്ട് നോ, എനിക്ക് റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഐ ഹാവ് സിവിയർ പെയിൻ, എനിക്ക് നല്ല പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഐ എം നോട്ട് എൻജോയിങ്, ഐ കാണ്ട് എൻജോയ്, എനിക്ക് അറിയത്തില്ല, ഐ എം ജസ്റ്റ് ലൈങ് ജസ്റ്റ് ലൈക്ക് എ വുഡ്, ഒരു തടി കിടക്കും പോലെ ഞാൻ കിടക്കുകയാണ്, ഐ കാണ്ട് എൻജോയ്. അപ്പൊ ഞാൻ ചോദിച്ചത് ഹൗ ക്യാൻ യു എൻജോയ് വിത്ത് എ പേഴ്സൺ ഓൺ ദ അതർ സൈഡ്, സച്ച് എ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ്, ഹൗ ക്യാൻ യു എൻജോയ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവര് പറഞ്ഞൊരു ആൻസർ എന്ന് വെച്ചാൽ മാഡം ഇറ്റ്സ് എ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ്, സോ ഐ ക്യാൻ എൻജോയ് ദാറ്റ് ബിക്കോസ് ഐ വാസ് പ്രോൺ ടു ദാറ്റ് ടൈപ്പ് ഓഫ് സെക്ഷൽ മെഷേഴ്സ്, സോ ഐ ക്യാൻ എൻജോയ് ദാറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഈ ഹോമിയോപ്പത്തിക് സിസ്റ്റത്തിനല്ലാതെ വേറെ ഒന്നിനും ഇത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് വയലന്റ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി, ഈ പറഞ്ഞ മനുഷ്യൻ ഇവരെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി.
ഇവർ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവരുടെ അകത്ത് കിടന്ന് ട്രിഗർ ചെയ്ത് എല്ലാം കൂടെ. പക്ഷെ ഇവർ പറയുന്ന അവരുടെ കണ്ണിൽ കത്തിയ ഒരു ലൈറ്റ് ഉണ്ട്. അവർ പറയുന്ന ആ കാര്യം കേൾക്കുമ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഓ മാഡം ഐ വാസ് വെരി ഹാപ്പി വിത്ത് ഹിം, പുള്ളി എനിക്ക് വേണ്ട എല്ലാ കാര്യം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എത്ര നാളായി ഇത്ര റിലേഷൻഷിപ്പിലായിട്ട്? 1 വർഷം 8-9 മാസം, നോട്ട് ഈവൻ 1 ഇയർ പോലും ആയിട്ടില്ല. അതിനകത്ത് വെച്ചാൽ പൊളിഞ്ഞു പോയത്. അപ്പൊ എന്നിട്ട് പോലും അവർ അതിനെപ്പറ്റി പറയുന്ന അവരുടെ ഒരു എന്താ പറയുന്ന ഒരു ഫാൻസി ആണോ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. അപ്പം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഇവർ വന്നത്. അപ്പൊ ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാഡം എനിക്ക് ഇപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥ വെച്ചാൽ എനിക്ക് വട്ട് പോലെയാണ്. ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും. എന്റെ ഫാമിലി മൊത്തം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. പക്ഷേ ഐ കാണ്ട് എൻജോയ്. ആൻഡ് എപ്പോഴും ഞാൻ മൈഗ്രെയിനിൽ ഈ തലവേദന കാരണം ഐ ആസ്ക്ഡ് അബൌട്ട് അക്യൂട്ട് സിംറ്റംസ് ഓഫ് ദ ഹെഡേക്ക്. തലവേദനയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ്, മാഡം എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന്റെ ഈ ഓർബിറ്റിന് ചുറ്റും വന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുന്ന പോലെയാണ് എനിക്ക് തലവേദന തോന്നുന്നത്. എന്റെ തല പൊട്ടിത്തെറിക്കാൻ പോലെ തോന്നും. ഇത് സമയം എപ്പോഴാ ഈ തലവേദന കൂടുന്നത്? പിന്നെ മാഡം ആൻഡ് ഓൾസോ ഐ ഗോട്ട് ഒരു ഭയങ്കര ഒരു റെഡ് ലൈൻ സിംറ്റത്തില് സത്യം പറഞ്ഞ മെഡിസിനിലോട് പോയത് തന്നെ. വാട്ട് ഷീ സെഡ് വാസ്, മാഡം എനിക്ക് ഭയങ്കര കയ്യും കാലും ഭയങ്കര മരവിപ്പ്. സോ ഐ ആസ്ക്ഡ്, ഡയബറ്റിക് ആണോ? ഓ ഡയബറ്റിക് ഒന്നുമില്ല മാഡം, ഹൈപ്പർ ടെൻഷനും വല്ലതും ഉണ്ട്? ഇല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് കയ്യും കാലും എപ്പോഴും ഭയങ്കര മരവിപ്പാ. പിന്നെ എനിക്ക് നട്ടലിന് ഈ തലവേദന എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നട്ടലിലോട്ടും ഭയങ്കര ഒരു തരിപ്പ് അനുഭവപ്പെടും. ഭയങ്കര ഒരു മരവിപ്പാണ് എനിക്ക്. സോ ഷീ സെഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പം ഇങ്ങനെ കുറെ സിംറ്റംസ് ഇവരിങ്ങനെ മൈൻഡിന്റെ കുറെ സിംറ്റംസും പറഞ്ഞ് ഇങ്ങനെ കുറെ സിംറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇവര് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഫുൾ ഇരുന്ന് കരയുക. എനിക്കറിയത്തില്ല മാഡം, ചുമ്മാ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഞാൻ അങ്ങ് ഭയങ്കര എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഭയങ്കര മാനിയാക്കൽ സ്റ്റേറ്റിലോട്ട് അങ്ങ് ആവും. എനിക്ക് ശരിക്കും വട്ടാണോ നല്ല സംശയമുണ്ട് മാഡം. സോ ഐ ആസ്ക്ഡ്, നിങ്ങളുടെ മെൻസസ് ഒക്കെ, മാഡത്തിന്റെ മെൻസസ് ഒക്കെ എങ്ങനെയാ? മാഡം അത് മെൻസസ് മാഡം ഭയങ്കര കളർ ഓഫ് ദ ബ്ലഡ് എങ്ങനെ ആയിരിക്കും? അപ്പൊ അവർ പറഞ്ഞു, മാഡം എന്റെ ബ്ലഡിന്റെ ഇറ്റ്സ് വെരി ഡാർക്ക്, ഭയങ്കര ഇരുണ്ട ബ്ലഡ് ആണ്, നല്ല പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഫ്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾ മാഡം ഏത് ഏജിലാണ് ഫസ്റ്റ് ടൈം മെനാർക്കി? എത്ര ഏജ്? അത് വളരെ നേരത്തെ തന്നെ പീരീഡ് ആയി മാഡം. കാരണം ഞാൻ അധികം കൊച്ചിലെയും വണ്ണമുള്ള കുട്ടിയൊന്നും അല്ലായിരുന്നു. ബട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതായി. സോ ഇറ്റ് വാസ് അറൗണ്ട് ഏർലി ഏജ്. ഈ മെൻസൽ ഹിസ്റ്ററി ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പെണ്ണുങ്ങളുടെ കേസിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് മെൻസൽ ഹിസ്റ്ററി, സെക്ഷൽ ഹിസ്റ്ററി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ആ പോയിന്റിലോട്ട് മെഡിസിലോട്ട് എത്താൻ പറ്റും. അപ്പോ ഇത്രയാണ് ഇവർ പറഞ്ഞ സിംറ്റം. പിന്നെ മെൻസസ് ഹിസ്റ്ററി പറഞ്ഞ ഇതാണ്. ഹെഡേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് കണ്ണിന്റെ പുറകിലോട്ട്, കണ്ണിന്റെ ഓർബിറ്റിൽ ബാക്കിലോട്ട് വലിക്കുന്ന തലവേദന ഹെപ്പാറിനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവര് കുറെ ഫിസിക്കൽ സിംറ്റംസ് ഇവർക്ക് കുറെ ഉണ്ട്. അതായത് ഇവർക്ക് കൊയ്ഷൻ ഭയങ്കര പെയിൻഫുൾ ആണ്, പിന്നെ ഇച്ചിങ് ഓഫ് ദ വജൈന, ഇങ്ങനെ കുറെ സിംറ്റംസും ഇവർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും ഇതാണ് ഫിസിക്കൽ സിംറ്റംസും ഇത്രയും മെന്റൽ സിംറ്റംസും ആണ് എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അപ്പോ പക്ഷെ ഞാൻ ഒരു 2-3 സിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ ഭയങ്കര സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരുടെ സംസാരത്തിനകത്ത് എപ്പോഴും, ഓ മാഡം അതൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ മാഡം, അതൊക്കെ വെറുതെ. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ല മാഡം, എനിക്ക് വളരെ വിരലെണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഗ്യാങ് ആയിട്ട് നടക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെയൊന്നും ഞാൻ കമ്പനി എൻജോയ് ചെയ്യുന്നില്ല. എനിക്ക് 1-2 ഫ്രണ്ട്സ്, ആ 2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം ഈ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ എന്താണ് ഓണം അങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ വരുമല്ലോ മാഡം, എനിക്ക് അതിനെയൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മാഡം അത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ മാഡം സഹിക്കാൻ പറ്റാത്ത, അത് എന്താണ് അവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേക? അല്ല മാഡം, എനിക്ക് എന്തോ അങ്ങനെ എനിക്ക് എന്റേതായ ഒരു വഴിയിൽ അങ്ങ് പോകുന്നത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ ചോദിച്ചു, പിന്നെ അപ്പൊ മാഡം ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തരും, നമുക്ക് ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കണ്ടേ മാഡം? ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റ ഒരു ഇതായിട്ട് ഇങ്ങനെ പോയാൽ അത് ശരിയാവൂ എന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു, അല്ല മാഡം, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് സ്വന്തമായിട്ട് പോയി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ ഒന്ന് കറങ്ങി തന്നെ എനിക്ക് തിരിച്ചു വരണം. ആരും എന്റെ കൂടെ വരുന്ന ഇഷ്ടമല്ല. പിന്നെ മറ്റേ ലവറിന്റെ കൂടെ പോകാൻ എനിക്ക് ഇഷ്ടമുണ്ട്, അല്ലാതെ വേറെ ആരും എന്റെ കൂടെ വരുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല മാഡം. എനിക്ക് എല്ലാത്തിനും തൂക്കിപ്പറക്കി പോകുന്നൊന്നും എനിക്ക് ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടം. ഞാൻ ഷോപ്പിങ്ങിന് ഞാൻ ഒറ്റയ്ക്ക് പോകത്തുള്ളൂ, എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഷോപ്പിങ്ങിന് പോയാലും എന്റെ പുറകെ ആരും വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ വേണോ, അല്ലെ അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല മാഡം. എനിക്ക് ഒറ്റയ്ക്ക് നടന്ന് ഞാൻ പറയും, പ്ലീസ് ഡോണ്ട് ഹെൽപ്പ് മീ, ഐ മേ ചൂസ് മൈ മെറ്റീരിയൽസ് ബൈ മൈസെൽഫ്, ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് പറയും.
അപ്പൊ ഇങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മാഡം അപ്പൊ ഇവരെ ഇങ്ങോട്ട് റെഫർ ചെയ്ത വേറൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അവരുമായിട്ട് കമ്പനി ഉണ്ടോ? അവരൊക്കെ സീരിയൽ ആർട്ടിസ്റ്റ് അല്ലേ മാഡം, നമ്മൾ അങ്ങനെ അവരുമായിട്ടൊന്നും ഒരു ഇതില്ല, അവരുമായിട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ കമ്പനിയൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ എന്റെ ഹെഡേക്ക് അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവരെ എന്നെ ഇങ്ങനെ ഡോക്ടറുടെ നമ്പർ തന്നു. അതുകൊണ്ട് ഞാനങ്ങ് വന്നതാണ്. ഇങ്ങനെ ഇവരുടെ മൂഡ് ഫസ്റ്റ് ടൈം വന്നപ്പോ നമുക്ക് തോന്നും ഷീസ് എ പൾസാറ്റിലാന്ന്. സെക്കൻഡ് ടൈം വന്നപ്പോ ഐ തോട്ട് ഷീസ് എൻ ഇഗ്നേഷ്യ എന്ന്. പിന്നെ അടുത്തൊരു കാര്യം, ഒരു കാര്യമുണ്ട്, ഒരു ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് പ്രേയിങ്ങും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഈ പ്രേയിങ്ങും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞ കണക്ക് മെനോപോസിലേക്ക് അടുത്തേക്ക് എത്തിയ ലേഡി, അപ്പൊ പിന്നെ അതുപോലെ മെൻസസിന്റെ കളറ് ക്ലോട്ടഡ്, ഇങ്ങനെ കുറെ സിംറ്റംസ് നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ലാക്സിസ്. പക്ഷേ ലാക്സിസ് അല്ല, ഷീ സൈലന്റ്. പക്ഷേ ഈ വർത്താനം പറയുന്നത് മാത്രം ലാക്സിസ് അല്ല, ലാക്സിന് 2 വേർഷൻ ഉണ്ട്. രണ്ടാമത്തെ വേർഷൻ ലാക്സിസ് സൈലന്റ് ഓൾസോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ സോ ഐ ആസ്ക് ഹൗ ഈ മെൻസ്ട്രൽ ഫ്ലോ എങ്ങനെയാണ്. പക്ഷെ ലാക്സിസിന് ഒരു പറയുക സ്കാൻഡിയാണ്. ഇവിടെ എന്താണ് സംഭവം, ഇത് ഹെവി ഫ്ലോ ഇവർക്ക്. പിന്നെ ഐ ആസ്ക്ഡ് അബൌട്ട് ദി യൂട്രൈൻ ഹിസ്റ്ററി. മാഡം സ്കാൻ വല്ലതും ചെയ്തിട്ടുണ്ട്? മാഡം സ്കാൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ട്, യൂട്രസിനകത്ത് ഒരു ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം അതിപ്പോ അതിന് മെഡിസിൻ ഒന്നും കഴിക്കേണ്ടേ? ഈ ഹോമിയോ ഒക്കെ കഴിച്ചാൽ എങ്ങനെ മാഡം ഫൈബ്രോയിഡ് പോകുന്നു, അത് പോവോ? She was saying just like that. മൂന്നാമത്തെ സിറ്റിംഗ് ഒക്കെ ആയപ്പോ just opened up her exact personality. അപ്പൊ പറഞ്ഞു, അത് ഹോമിയോ കഴിച്ചാൽ ശരിയാവും മാഡം. ഫൈബ്രോയിഡ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കോ സർജറിയോ അല്ലാതെ ഈ ഹോമിയോ കഴിച്ചാൽ എങ്ങനെ, അതൊരു ഗ്രോത്ത് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷി വാസ് ടേക്കിംഗ് ക്ലാസ് ഫോർ മീ. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പതുക്കെ അവരിങ്ങനെ കുറച്ച് അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഹോമിയോപ്പതിക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയം നമുക്ക് കിട്ടണം, ആള് കോപ്പറേറ്റീവ് ആയിരിക്കണം. ഈ വന്ന് കയറുന്ന സിറ്റിംഗ് തൊട്ടേ ഇവരുടെ ജസ്റ്റേഴ്സ്, ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ മെഡിസിൻ കിട്ടും. ചുമ്മാ നമ്മൾ ചില കേസിലൊക്കെ ഒറ്റ വരിക്ക് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. ചെറിയ ആറ്റിറ്റ്യൂഡ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനിലേക്ക് എത്താൻ പറ്റും. അതുപോലെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്നെ ഞാനിങ്ങനെ മൂന്നാമത്തെ സിറ്റിംഗ് ആയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ തേർഡ് സിറ്റിംഗ് വാട്ട് ഐ സോ വാസ് ദാറ്റ് ഈ ഹസ്ബൻഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ലേഡി പുറത്തൊരാളിനെ പറ്റി, ഹസ്ബൻഡിനെ പറ്റി നമ്മൾ മൂന്നാമത്തെ തേർഡ് പേഴ്സൺ പറയുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ചേട്ടൻ എന്നൊക്കെ വിളിച്ചിട്ടാവുമല്ലോ നമ്മള് സംബോധന ചെയ്യുക. ഷി വാസ് ടോക്കിംഗ് ജസ്റ്റ് അയാള്, ഇയാള് ഇങ്ങനെയൊക്കെ പറയുമോ? സോ ഞാനിങ്ങനെ ആലോചിച്ചു, ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യൻ, ഹിസ് എ വെരി കെയറിങ് പേഴ്സണാലിറ്റി. അപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയാള് ഇങ്ങനെയൊക്കെയാണ്, അയാള് രാവിലെ എണീക്കും ഇങ്ങനെയൊക്കെ പറയൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ ദൈവമേ, ഇതെന്ത് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണല്ലോ എന്ന് മൈൻഡിൽ ഇങ്ങനെ ഐ തോട്ട് ഓഫ് ദാറ്റ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഐ റീച്ച് ദ മെഡിസിൻ. അത് എന്തുകൊണ്ടാണ് ആ മെഡിസിനിലേക്ക് എത്തിയതെന്ന് ഞാൻ മെഡിസിൻ പറഞ്ഞിട്ട് അതിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് പുറകെ പറയും. ഇതിനെ എല്ലാത്തിനെയും ഏകദേശം ഫോളോ ചെയ്യും. ഇതിനകത്ത് ഞാൻ കണ്ട ഒരു വ്യത്യാസം, ഇതിനകത്ത് ഞാൻ ഒരു ചേഞ്ച് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കൊച്ചു നോർമൽ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഷീസ് നോട്ട് നോർമൽ, ഷീസ് എ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കകത്ത് നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കകത്ത് പോകുന്ന ലേഡീസിനും ജെന്റ്സിനും രണ്ടിനും പോകുന്ന മെഡിസിൻസ് ഉണ്ട്. അതായത് ഇപ്പം അതേപോലെ ഇവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മാഡം ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വിജയം കാണാതെ ഞാൻ ഒരിക്കലും അതിന്റെ പിന്മാറത്തില്ല മാഡം. എത്ര എഫേർട്ട് വേണമെങ്കിലും ഞാൻ അതിന് കൊടുക്കും, അതിന് എത്ര പൈസ പോയാലും എനിക്ക് പ്രശ്നമല്ല. ഉദാഹരണത്തിന് മാഡത്തിന് അറിയാമോ, ഇവര് പിന്നെ അങ്ങ് വാചാലയായിട്ട് ഇവര് ഭയങ്കര ഡിപ്രഷൻ മൂടിന്ന് അങ്ങ് മാറിയിട്ട് ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മാഡം ഞാൻ ഒരു കാര്യത്തിന്റെ പുറകെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റിൽ ഇപ്പൊ ഒരു കാര്യത്തിന് ഇടപെടത്തില്ല. ഞാൻ എന്താ കാര്യം, അതെന്താ മാഡം ഇപ്പൊ ഇടപെടാത്ത എന്താണ് മാഡം, ഒന്നും ശരിയല്ല മാഡം. ഞാൻ എന്താണ് പ്രശ്നം, എന്താണ് അത് മാഡം? ഞാൻ എന്നെ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചു, ഞാൻ അതിന്റെ പുറകിൽ കംപ്ലീറ്റ് എഫേർട്ട് കൊടുത്തു, ഞാൻ അതിന്റെ പുറകിൽ എന്റെ പൈസ മൊത്തം സ്പെൻഡ് ചെയ്തു, എന്റെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്തു. അവസാനം പ്രോഗ്രാം വന്നപ്പം അതിന്റെ ക്രെഡിറ്റ് വേറൊരു ലേഡി എടുത്തുകൊണ്ട് പോയി. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല മാഡം, ബിക്കോസ് ഐ സ്പെൻഡ് മൈ ടൈം, മൈ എനർജി, എവറിത്തിങ് ടു ദാറ്റ്. ദെൻ ഹൗ ക്യാൻ ഐ ഗീവ് ദിസ് ക്രെഡിറ്റ് ടു തേർഡ് പേഴ്സൺ? എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് she was arguing ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. സോ ഐ റീച്ച്ഡ് ദ മെഡിസിൻ. ഞാൻ മെഡിസിൻ പറയാം. മെഡിസിൻ ഐ ഗേവ് വാസ് പ്ലാറ്റിന. കാരണം ബിക്കോസ് വൈ പ്ലാറ്റിന? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഈ പറഞ്ഞ എല്ലാ മരുന്നുകളും തമ്മിൽ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ്, എന്നാലേ പ്ലാറ്റിനയിൽ എത്തുള്ളൂ. ബിക്കോസ് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്ലാറ്റിന എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്ലാറ്റിന എന്ന് പറയുന്നത് ഹോട്ടി പ്രൗഡ് ആയിട്ടുള്ള ഒരു ലേഡി അല്ല. ഈ ഹോട്ടി പ്രൗഡ് ആയിട്ടുള്ള ലേഡി എന്ന് പറഞ്ഞാൽ ഓരോ മെഡിസിനും ഓരോ ഫേസ് ഉണ്ട്. അതായത് ഫ്രം ദ അക്യൂട്ട് ഫേസ് ഒരു മെഡിസിൻ അതിന്റെ തുടക്ക ഫേസിൽ നിന്ന്
അത് സ്വീപ്പ് ഓൺ ചെയ്ത് വിൽ റീച്ച് എ പോയിന്റ്, അതിന്റെ ഫൈനൽ ഫേസിലാണ് ദാറ്റ് വിൽ ബിക്കം ഹോട്ടി. ഹോട്ടി പ്രൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എന്തോ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള സ്ത്രീ നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ മാത്രമേ അത് പ്ലാറ്റിന ആവുള്ളൂ. അല്ല, പ്ലാറ്റിനയുടെ തുടക്കം അങ്ങനൊന്നുമല്ല. പ്ലാറ്റിന എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്ലാറ്റിന, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈ പ്ലാറ്റിനാസ് ആർ മോർ ഇൻ ദിസ് സിനാരിയോ? ഈ ഒരു വർഷങ്ങളിൽ പ്ലാറ്റിന ഭയങ്കര കൂടുതലാ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞിലെ സെക്ഷൽ ട്രോമാസ് അനുഭവിച്ചു വന്ന സ്ത്രീകള്, നമ്പർ 1. അതേപോലെ നമ്മൾ ഈ സെക്ഷൽ ട്രോമാസ് പറയുന്ന അനുഭവിച്ചു വന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പ്ലാറ്റിന പറയുന്നത് പോലെ ചൈൽഡ്ഹുഡ് ബിറ്റർ എക്സ്പീരിയൻസിൽ കൂടി വരുന്ന ആൾക്കാർക്ക് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ് കാസിനോസിഡ്. അതുപോലെ തന്നെ കുഞ്ഞിലെ സെക്ഷൽ ട്രോമാസ്, വളരെ കുഞ്ഞായ സമയത്ത് സെക്ഷൽ ട്രോമാസ് അനുഭവിച്ചു വന്ന ആൾക്കാര് വിൽ ബിക്കം മോർ പ്രോൺ ടു ദിസ് പ്ലാറ്റിനസ്. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ കാര്യം എന്താണ്? വീട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ ചില വീടുകളിൽ ചില ആൾക്കുട്ടികൾ വന്ന് ഫാമിലീസ് വന്ന് പറയാറുണ്ട്. എന്നെ ഈ ഇടയ്ക്ക് ഒരു കൗൺസിലിങ്ങിന് ഒരു കുട്ടി വിളിച്ചിട്ട് പറയായിരുന്നു, എന്താണ് ഇളയ മൂത്ത കുട്ടിക്ക് എപ്പിലെപ്സി വരുന്ന കുട്ടിയാണ്. അത് ഭയങ്കര ബൾക്കി, ഫ്ലാബീഷ്യസ്, നോട്ട് ലുക്കിംഗ്, ഭയങ്കര കാണാൻ ഭംഗിയൊന്നുമില്ല, പഠിക്കാൻ എപ്പിലെപ്സി ഇടക്കിടയ്ക്ക് വരുന്നുണ്ട്, പഠിത്തം ഇടക്കിടക്ക് മുടങ്ങണ്. ഇളയ കുട്ടിക്ക് എന്താണ്? ഇളയ കുട്ടി ഭയങ്കര ബ്രില്യന്റ്, കാണാൻ നല്ലത്, വൈബ്രന്റ്, മിടുക്കി, എല്ലാവരും അമ്മ ഇറ്റ് സെൽഫ് ഈസ് എന്താണ് പ്രൈസിങ് ദ യങ്ങർ വൺ. അപ്പൊ എന്ത് പറ്റി? മൂത്ത കുട്ടി ഷീ വിൽ റീച്ച് ദ പോയിന്റ് ദാറ്റ് വിൽ ബിക്കം ഫൈനലി എന്താവും? ദേ വിൽ റീച്ച് ദിസ് മെഡിസിൻ പ്ലാറ്റിനയിലേക്ക് എത്തും. എന്തുകൊണ്ടാ? റിജക്ഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. എന്തായിരിക്കും? അപ്പൊ അവരീ പറഞ്ഞ ഓരോ കേസിലും എന്താണ്, അവർക്ക് നമ്പർ 1 ആവണം, അവർക്ക് ഫസ്റ്റ് പേഴ്സൺ ആകണം, അവർക്ക് ഷീ മസ്റ്റ് ബി ദ ഷൈനിങ് സ്റ്റാർ ഓഫ് എനി ഒക്കേഷൻ. അവരെന്നോട് പറഞ്ഞു, എങ്ങനാ മാഡം, എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് റെക്കഗ്നീഷൻ കിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഒരിക്കലും പോകത്തില്ല. അങ്ങനെയാണ് ഞാൻ ആ പ്രോഗ്രാമേ വേണ്ടാന്ന് വെക്കും. അതിന് കല്യാണമായാലും ഏത് മറ്റവന്റെ ആയാലും ഇങ്ങനെയൊക്കെ ഷീസ് സെയിം. അപ്പം അതിൽ നിന്ന് എനിക്ക് ഷീ വോണ്ട് ടു ബിക്കം ദ സ്റ്റാർ ഓഫ് ദാറ്റ്, എന്താണ് സ്റ്റാർഡം കിട്ടണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയാണിത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫേസിൽ ദെൽ ബി പൾസാറ്റില. അപ്പൊ നമുക്ക് കാണുമ്പം ഒരാൾ കരഞ്ഞുകൊണ്ട് വരിക, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ഡിപ്രഷനിലാണ്, ഉടനെ പൾസാറ്റില അല്ല. പൾസാറ്റിലെ ഫസ്റ്റ് ഫേസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? മൂഡ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതായത് സങ്കടം, ദേഷ്യം, സങ്കടം, ദേഷ്യം, സങ്കടം, ദേഷ്യം. പിന്നെ എന്താണ്? ഈ നമ്മളിപ്പൊ കണ്ടിരിക്കുന്ന അവരുടെ ഒരു ഫൈനൽ ഫേസ് ആണ്. അത് ഇൻസെയിൻ ഫേസിൽ എത്തി. അവര് സെയിൻ ഫേസ് ചെയ്ത് മാറി റീച്ച് അപ്രോച്ച് ദ ഇൻസെയിൻ ഫേസ് ആസ് തേർഡ് ഫേസ്. ഇത് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ നമ്മൾ എന്താണ് അലൻ സ്കീനോട്ട് തൊട്ട് ക്ലാർക്ക് തൊട്ട് ഈ പറയുന്ന എല്ലാ മെഡിസിൻസ് ബുക്കുകൾ വിതോക്ലോസ് തൊട്ട് ഇത്രയും നമ്മൾ ഇങ്ങനെ കുറെ മരുന്ന് ഇങ്ങനെ വന്ന് നിൽക്കും. ആദ്യം നിന്ന് ചകഞ്ഞ് നമ്മുടെ ഒരു പോയിന്റ് മെഡിസിനിൽ എത്തണമെങ്കിൽ. പക്ഷെ ഈ കേസിലൊക്കെ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പം അത് ഇപ്പൊ നമുക്ക് എന്താണ് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 500 രൂപയോ ഒരു 1000 രൂപയോ കിട്ടിയിട്ടുണ്ടാവും അതിനകത്ത്. പക്ഷേ നമുക്ക് കിട്ടിയൊരു പ്ലഷർ ഉണ്ട്. കാരണം നമ്മൾ അതിന്റെ പുറകിൽ കൊടുക്കുന്ന ഒരു എഫേർട്ട്, ഈ മെഡിസിൻ ആണോ, ആ മെഡിസിൻ ആണോ, മറ്റേ മെഡിസിൻ ആണോ, അതിന്റെ അപ്പുറത്തെ മെഡിസിൻ ആണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 5-6 മെറ്റീരിയൽ മേടിക്കുക, ഇങ്ങനെ തപ്പി പിടിച്ചൊക്കെ നോക്കി വരുമ്പം വിൽ റീച്ച് എ പോയിന്റ്. ആ പ്ലാറ്റിന നമ്മുടെ തലേന്ന് ഒരിക്കലും പോകാത്ത വിധത്തിലോ. മാത്രമല്ല ഇതിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡിയുടെ ഫാമിലി അങ്ങ് സ്മൂത്ത് ആയി എന്നുള്ളതാണ്. കാരണം അയാൾ എന്നോട് പറഞ്ഞ, മാഡം ഇവരെ കൂടെ ഒരു ദിവസം കഴിയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ന്യൂസൻസ് ആണ്. ഷീ ഈസ് ഓൾവേസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻസൈഡ് ദ ഹൗസ്. ഷീ ഈസ് നോട്ട് മാനേജിങ് ദിസ്. എന്നും ജോലിക്കാരെ മാറ്റൊക്കെ വരുന്നത്. എന്താണ്? ഇവരുടെ കൂടെ അടിമപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവര് ജോലിക്കാരായിട്ട് നിർത്തുള്ളൂ. ഒരു ഹസ്ബൻഡിനോട് പറഞ്ഞു, മാഡം ഒരു എന്താണ് ഈ സെർവൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്ററിലേക്ക് പോയിട്ട് അവിടെ ഉള്ള മുഴുവൻ ആൾക്കാരെ ഇവിടെ വിട്ടുകൊണ്ടിരിക്കും. 4 മാസം ആകുമ്പം അവരെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും അവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. അടുത്ത ആളിനെ കൊണ്ടുവരും, അതിനെയും ഗെറ്റ് ഔട്ട് അടിക്കും. കാരണം പക്ഷേ ലാസ്റ്റ് ഒരു ലേഡി വന്നു. ആ ലേഡി എന്ന് പറഞ്ഞാൽ ലോക കള്ളി എന്ന് വെച്ചാൽ കള്ളി മീൻസ് നോട്ട് ഡൂയിങ് എനി ജോബ്. ഒരു സെർവന്റിന് വേണ്ടുന്ന ക്വാളിറ്റി എന്താണ്? അവരുടെ ഹൗസ് ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ചെയ്യുന്നുണ്ടോ? പക്ഷെ ഈ പുള്ളി പറയുന്നത് വെച്ചാൽ, മാഡം ഒരു വക ജോലിക്കാരി ചെയ്യത്തില്ല. പക്ഷെ അവരെ ഭയങ്കര ഇഷ്ടം. എന്താണ്? അവരിടക്കിടയ്ക്ക് പ്രൈസ് ചെയ്ത് കൊടുക്കും. മാഡത്തിനെ കാണാൻ എന്ത് രസമാ, മാഡം എന്തൊരു സുന്ദരിയാ, മാഡത്തിന്റെ സാരി എന്ത് രസമാ, മാഡം വെക്കുന്ന ഫുഡ് എന്തൊരു രുചിയാ എന്നൊക്കെ പറഞ്ഞു. അവരൊരു ജോലിയും ചെയ്യത്തില്ല. പക്ഷെ ഇവർ ആ ജോലിക്കാരിയെ മാറ്റത്തില്ല. എന്താണ്? ഷീ നീ ഫ്ലാറ്ററിങ് അല്ലെ, ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഭയങ്കരമായിട്ട് അവർക്ക് അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ ലേഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റിനുള്ളവർ മൊത്തവും എന്തൊക്കെയാണ് പറയുന്നത്, ചുറ്റിനുള്ളവർ അറിയുന്ന പോലും ഇല്ലായിരിക്കും. ഇതൊക്കെ ചെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവർക്ക് എന്താണ്, എന്നെ എല്ലാരും ഇങ്ങനെ ശ്രദ്ധിക്കുവാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്,
എന്നുള്ളൊരു ഫീലിംഗ് ഇവർ തന്നെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ ഗോയിങ് ടു ദ മെൻസൽ ഹിസ്റ്ററി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ CKL കോർ ഉണ്ട്, സെപ്പിയ ഉണ്ട്, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. വി ക്യാൻ ഗീവ് ഫോർ ദിസ് മെൻട്രേജിയ, മെട്രേജിയ ആൻഡ് ഓൾ ദാറ്റ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഓൾ ബ്രൈറ്റ് റെഡ് ആണ് ബ്ലഡ്. ഡാർക്ക് റെഡ് ബ്ലഡ് വരുന്ന കുറച്ച് മെഡിസിൻസേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ഇൻഡിക്കേറ്റ് ആയിട്ട് വരുന്ന മെഡിസിൻസ് അത് കമ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ മൈൻഡ് വെച്ച് നോക്കുമ്പോൾ പ്ലാറ്റിനസ് ഇൻഡിക്കേറ്റഡ് ഉറപ്പാണ്. പിന്നെന്താണ് ഹെഡേക്ക്, മൈഗ്രെയിന്റെ ഹെഡേക്ക് എന്തോ പറയുന്നത്, കണ്ണിൽ നിന്ന് ബാക്കിൽ ഓർബിറ്റൽ പെയിൻ, അല്ലെങ്കിൽ സ്കിനോട്ട് നോക്കി അറിയാം. ഓർബിറ്റൽ പെയിൻ ബോറിക്കിലാണോ കീനോട്ടിലാണോ എന്ന് അറിയത്തില്ല, ബാക്കിലോട്ട് ഓർബിറ്റിലോട്ട് വലിക്കുന്ന തലവേദന. പ്രൈം റെമഡി ഇസ് പ്ലാറ്റിന. അപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാം കൂടി കവർ ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു മെഡിസിൻ ആണ് ദിസ് പ്ലാറ്റിന. അപ്പൊ ഇത് എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. പ്ലാറ്റിന ഇത്രയും ഇൻഡിക്കേറ്റഡ് ആയിട്ട് മെഡിസിൻ കിട്ടുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈ പൊട്ടൻസി ഉറപ്പായിട്ടും കൊടുക്കണം. ഹൈ പൊട്ടൻസി ആക്ട് ചെയ്യും ഉറപ്പാണ്. സോ ഐ ഗീവ് പ്ലാറ്റിന 10 1 ഡോസ്. പക്ഷെ പ്ലാറ്റിന 10 1 ഡോസ് കൂടി പ്ലാറ്റിനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് പറയുക, പ്ലാറ്റിനയ്ക്കകത്തുള്ളൊരു ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാറ്റിനയ്ക്കകത്ത് നമ്മൾ കീനോട്ടിനകത്ത് വായിച്ചാൽ മനസ്സിലാവും. അതായത് ആസ് എ ഫിസിക്കൽ സിംറ്റം ഡിസപ്പിയർ, ആസ് എ മെന്റൽ സിംറ്റം ഡിസപ്പിയേഴ്സ്, ഫിസിക്കൽ സിംറ്റം വിൽ കം ഔട്ട്. അപ്പൊ ഫിസിക്കൽ നമ്മളപ്പോ അത് ഉടനെ മെഡിസിൻ മാറ്റമൊന്നും വേണ്ട. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ BT വല്ലതും കൊടുത്തു കഴിയുമ്പോൾ ആ ഫിസിക്കൽ സിംറ്റവും താനെ അങ്ങ് മാറിക്കോളും. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കണ്ട ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡിന്റെ സൈസ് ഭയങ്കരമായിട്ട് ചെറുതായി പ്ലാറ്റിന കൊടുത്തപ്പോഴത്തേക്ക്. സോ പ്ലാറ്റിന കൊടുത്തിട്ട് വെയിറ്റഡ് ഫോർ സം ടൈം, കുറെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ തന്നെ അവർക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നും പേടിക്കേണ്ട, വെയിറ്റ് ചെയ്യും. പക്ഷെ ഇവർക്കെന്ന് വെച്ചാൽ ഷി വാസ് റെഡി. ആ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡിലെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലാതായി. ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷീ ഈസ് ബീങ് ചീറ്റഡ്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെ ബോർഡർ ലൈനിൽ നിന്ന് ഷീ സ്വൈപ്പ് ഡൗൺ ടു ദ നോർമൽ പൊസിഷൻ. ആ നോർമൽ അവസ്ഥയിലേക്ക് അവർക്ക് വരാൻ സാധിച്ചു. ഹസ്ബൻഡാണ് ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യനെന്നും, അതിലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഷീസ് ഹാവിംഗ് വെജിനിസ്മസ് ആൻഡ് സം ടൈപ്പ് ഓഫ് സിംറ്റംസ് ജസ്റ്റ് ലൈക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഷീ സ്റ്റാർട്ടഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ മെഡിസിൻ ചെയ്യുന്ന അത്ഭുതകരമായ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും നോ ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ്സ് ട്രൂ. ഹോമിയോപ്പതി ഈസ് വർക്കിംഗ്. അതാണ്. എത്രയോ സെഞ്ചുറികൾക്ക് മുമ്പ് ഹനുമാന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പൊ അല്ലെ. നമ്മൾ ട്രിവാൻഡ്രത്ത് ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ഞങ്ങൾ മാറാനെല്ലൂർ ഞങ്ങളുടെ പഞ്ചായത്തിൽ വെച്ചൊരു എന്താണ് മെഗാ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി. പക്ഷെ പാവം ആ മനുഷ്യൻ എത്രയോ 17th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. എന്നിട്ട് പോലും ഈ പറഞ്ഞ മരുന്നുകൾ ഇന്നത്തെ നമ്മൾ ഈ ബോർഡർ ലൈനിലൊക്കെ ഇപ്പൊ കൂളായിട്ട് നമ്മളൊക്കെ ഇപ്പൊ പറയുന്നു ബോർഡർ ലൈൻ. എന്താ ഈ ബോർഡർ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 2 സ്റ്റെപ്പും കൂടെ മാറി മാറി വരുമോ ഇവർക്ക്. എന്താണ്, ഒരു ദിവസത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ 2 ഫേസ് വരും. അതായത് മാനിയക്കൽ സ്റ്റേറ്റ്, യൂഫോറിക് സ്റ്റേറ്റിലും എത്തും, അതേപോലെ ഡിപ്രഷനിലോട്ട് സ്വൈപ്പ് ചെയ്യും. രണ്ടും സ്വൈപ്പ് ചെയ്യുന്നുണ്ട് ബൈപ്പോളാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ബൈപ്പോളാറിനും ബൈപ്പോളാറൊക്കെ ഇപ്പൊ നമ്മൾ കൂളായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നു. പക്ഷെ ആ കാലത്ത് ബൈപ്പോളാറിനെ ഇത്രയും നോക്കുകയും അതിന് മരുന്നും കണ്ടുപിടിച്ച് വെച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് സമയമായി, നമ്മൾ ടൈം ആയെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ പേര് സമയമായോ സാറേ? ആരും ഇല്ല. 18 ആരാ ഉള്ളേ? 18 ആയി. മതിയോ? അതിന്റെ പേരായോ? 10 മിനിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് കൂടെ സംസാരിച്ചിട്ട് നിർത്താം. ഓക്കെ, വിൽ Okay. സ്റ്റോപ്പ്. അപ്പൊ ഓക്കെ, അപ്പം ഈ പറഞ്ഞത് ഈ ഇന്നത്തെ സിനാറിയോയില് ഈ നമുക്ക് പ്ലാറ്റിന ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ്? ഒരുപാടുണ്ട്. വൈ? ബിക്കോസ് കുഞ്ഞിലെ പ്ലാറ്റിന നമുക്ക് കുറച്ചും കൂടെ ഹോമിയോപ്പതിക്കലി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അധികം യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഈ കുഞ്ഞിലെ ഭയങ്കര പല ഇന്നത്തെ ഒരു സിനാറിയോയിൽ എന്ന് വെച്ചാൽ ഈ റിജക്ഷൻസ്, ലവ് ഫെയിലുവേഴ്സ്, അതൊക്കെ അനുഭവിച്ച് ഒരുപാട് ഇപ്പൊ ചില കേസിലൊക്കെ എന്താ പറയാ, ചില പെൺകുട്ടികൾ നമ്മൾ കാണാറുണ്ട്. എന്താണ്, ചില ഈ അഡോളസന്റ് ഏജിലൊക്കെ വരുന്ന കുട്ടികളിൽ മിക്കവാറും പ്ലാറ്റിനാസ് ആണ്. ചില കുട്ടികളെ നമ്മൾ കാണാറുണ്ട് എന്താണ് വന്നിരുന്നിട്ട് പറയുന്നത്, ഓ മാഡം PCOD ഉണ്ട്, പിന്നെ ഹോമിൽ നടക്കുവോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പിള്ളേരുണ്ട്. നമ്മൾ വണ്ടർ അടിച്ചു പോകും. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് നടക്കുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇപ്പൊ പോലും നമുക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ട് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അത് നമ്മൾ അവരെന്തുകൊണ്ട് ആ അഹങ്കാരത്തിൽ വെച്ചാൽ നമ്മൾ ചിലപ്പോ ചില ആൾക്കാരെ പറയും വീട്ടിൽ വഷളായിട്ട് പഠിപ്പിച്ചു വിട്ടിരിക്കുക. അതൊന്നും അല്ല അതിന്റെ റീസൺ. എന്തുകൊണ്ടാണ്? ഇവര് ചിലപ്പം വല്ല പയ്യന്മാരടുത്തും അങ്ങോട്ട് എന്താണ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടാവും. അവരിങ്ങോട്ട് റിജക്ട് ചെയ്തിട്ട് തുടരെ റിജക്ഷൻ ഒക്കെ അനുഭവിച്ച് കഴിയുന്ന ആൾക്കാർ ഇൻ എനി ഫീൽഡ് അറ്റ് എനി ടൈം
എവിടെയുള്ള ഏത് കേസിലായാലും റിജക്ഷൻസ് ഒരുപാട് അനുഭവിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി പ്രോൺ ടു പ്ലാറ്റിന. അത് ട്രൂ ആണ്. അവര് പ്ലാറ്റിനയിലോട്ട് മാറും. ആ പറയുന്ന റിജക്ഷൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് അവരെന്തായിട്ട് എന്തോ സംഭവിക്കും. അവരുടെ മൈൻഡിലോട്ട് എന്താണ്, ആരെയും എനിക്ക് വേണ്ട, എനിക്ക് ആരുടെ മുമ്പിൽ കുനിയാൻ വയ്യ, ഇങ്ങനെ ആയിരിക്കും. അതുപോലെ പെൺകുട്ടികളിലും ഉണ്ട്, ഒരുപാട് കേസസ് ഉണ്ട് പെൺകുട്ടികൾ. ഇതാ എനിക്ക് ബെന്നാന്നൊരു പ്ലാറ്റിന വീണ്ടും കിട്ടി. ഒരു പെൺകുട്ടി വന്നിട്ട് ഇതേപോലെ വന്ന് പറയണം, അമ്മായിയമ്മയും ഹസ്ബൻഡും കൂടി ടോർച്ചർ ചെയ്ത് പഠിച്ച കുട്ടി, അതിനെ ജോലിക്ക് വിടത്തില്ല. അതിപ്പോ ഭയങ്കര അഹങ്കാരമായിട്ട് മാറി. അതിന്റെ അമ്മ തന്നെ വന്ന് പറയുക, മാഡം ഇവക്ക് എന്തൊരു അഹങ്കാരം, മര്യാദക്ക് ഞാൻ വളർത്തി വിട്ട കുട്ടിയാണ്, ഇപ്പം ഭയങ്കര അഹങ്കാരി, ആരെയും വകവെക്കത്തില്ല, പോയി പണി നോക്കെന്ന് പറയും എല്ലാരോടും. അത് മനഃപൂർവ്വമല്ല. They went through a lot of mental traumas and rejections. So finally they will reach a stage who could not accept anyone. ആരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാനായിരിക്കണം നമ്പർ 1, ഞാനായിരിക്കണം ടോപ്പ് എന്നൊരു ലെവലിലോട്ട് മൈൻഡ് പോകുന്നു എന്നാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പ്ലാറ്റിനയുടെ ഹെഡേക്കും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. ഓക്കെ, എല്ലാരും ഉണ്ടോ അതോ ഉറങ്ങിയോ? എല്ലാരും ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും? എല്ലാരും കേട്ട് ലയിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ പ്ലാറ്റിനയുടെ ഹെഡേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഹെഡേക്ക് പ്ലസ് ഹെവി പെയിൻ ഇൻ ദ ബ്രെയിൻ ഓർ വെർട്ടെക്സ്. ഈ സാധാരണ ഈ പ്ലാറ്റിന പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഫിസിക്കൽ സിംറ്റം എന്തിനൊക്കെ നമുക്ക് പ്ലാറ്റിനയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഹൈപ്പർ ടെൻഷൻ സൂപ്പർ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ് പ്ലാറ്റിന. നെക്സ്റ്റ് ഡയബറ്റിസ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നമ്മൾ ചില പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്, വന്നിട്ട് ഷുഗർ ഭയങ്കര കൂടുതലായിരിക്കും, ഒരു 350, 400, 500 ഒക്കെ കാണും. പക്ഷെ ഒരു കൂളായിട്ട് വന്ന് നമ്മുടെ അടുത്ത് 500 ഉണ്ട് ഡോക്ടറെ, പിന്നെ ഇംഗ്ലീഷ് ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട്, ഹോമിയോ വേണമെങ്കിൽ തന്നോ, ഇങ്ങനൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ തിങ്ക് ഓഫ് ദിസ് പ്ലാറ്റിന. അപ്പൊ ഹൈപ്പർ ടെൻഷൻ, അതേപോലെ ഡയബറ്റിസ്, ഫൈബ്രോയിഡ്, ഈ പിന്നെ മെട്രേജിയ, പിന്നെ ഇങ്ങനത്തെ കേസസിനകത്ത് എല്ലാം തന്നെ ദീസ് ഓപ്പൺ ഓവേറിയൻ പിസിഒഡീസിനകത്തും പ്ലാറ്റിന ഭയങ്കര ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പം ഈ പറഞ്ഞ എല്ലാ കേസസിനകത്തും വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് പ്ലാറ്റിന. പിന്നെ ഇതിന്റെ ഹെഡേക്കിന്റെ എന്ന് പറയുന്ന പ്രത്യേകത എന്താണ്? ഫ്രം ആങ്കർ ഓർ ചാഗ്രിൻ, എന്താണ്, ദേഷ്യം സപ്രസ് ചെയ്ത ഇത് കൊണ്ട് തലവേദന കൂടുതലായിട്ട് വരുന്നെങ്കിൽ തിങ്ക് ഓഫ് ദിസ് പ്ലാറ്റിന. പിന്നെ യൂട്രസിന്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കൊണ്ട്, അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ സിംറ്റംസ് കൊണ്ട്, ഹിസ്റ്റീരിയ ഫ്രം യൂട്രൈൻ ഡിസീസ് കൊണ്ട്, എന്തെങ്കിലും ഇപ്പൊ യൂട്രസിനകത്ത് ഫൈബ്രോയിഡോ ഒക്കെ ഉണ്ട്, എന്നിട്ട് അതിന് ഫോളോ ചെയ്തിട്ട് എന്താണ് ഹിസ്റ്റീരിയ വരുന്നത്. അതുപോലെ എപ്പിലെപ്സിക്കും ഏറ്റവും നല്ല മെഡിസിൻ ആണ് ദിസ് പ്ലാറ്റിന. എപ്പിലെപ്സിക്ക് നല്ല മെഡിസിൻ ആണ് പ്ലാറ്റിന. അത് ഈ ആങ്കറിന്റെ സപ്രഷൻ കൊണ്ടും ഇമോഷണൽ ആയിട്ടുള്ള സപ്രഷൻസ് ഒക്കെ കൊണ്ടും എപ്പിലെപ്സി വരുന്ന കേസസിനകത്ത് ഒക്കെ നമുക്ക് ഈ പ്ലാറ്റിന ചിന്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇത് പെയിൻ ഗ്രാജുവലി ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഇത് പതുക്കെ, നമുക്ക് ഈ പെയിനിന്റെ പ്രത്യേകത, പെയിന് തന്നെ കുറെ ഉണ്ട്, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും, പെട്ടെന്ന് പോയി പതുക്കെ പോയി പെട്ടെന്ന് വരും. ഇത് എല്ലാം പതുക്കെയാണ്, പതുക്കെ വരുള്ളൂ, പതുക്കെ പോവുള്ളൂ. അതാണ് പ്ലാറ്റിനയുടെ തലവേദനയുടെ പ്രത്യേകത. ഇത്രയാണ് പ്ലാറ്റിനയ്ക്കകത്ത് മീൻ. ഏകദേശം പ്ലാറ്റിനയുടെ എല്ലാ സിംറ്റംസും ഞാൻ ഒരുവിധം പറ്റുന്ന മെറ്റീരിയൽ മെഡിക്കകത്ത് എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു പോയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഏകദേശം നമ്മൾ പ്ലാറ്റിനയുടെ മൈൻഡിൽ കൂടിയും ഫിസിക്കൽ സിംറ്റംസിൽ കൂടിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിപ്പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏഴ് മിനിറ്റ് കഷ്ടിയാണ് നമുക്ക് ഇനി ഉള്ളത്. 7 മിനിറ്റ് ആണ് ഉള്ളത്. അപ്പൊ 7 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും, ഇപ്പൊ പ്ലാറ്റിനയാണ് ഡോക്ടർ ഡ്രഗ് പിക്ചർ വരച്ച് കാണിച്ചത്. ഇപ്പൊ പ്ലാറ്റിനെ കുറിച്ച് ഇനി എന്തെങ്കിലും അഡീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. 6 മിനിറ്റ് ഓരോ, പെട്ടെന്നാണ് സമയം നമുക്ക് കുറഞ്ഞു വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യണമെന്നുമില്ല, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തായാലും നിത്യ ഡോക്ടർ പ്ലാറ്റിനെ ഓ, വളരെ നല്ല രീതിയിലാണ് തുറന്നു കാട്ടിയത്. അത് താങ്ക് യു സർ.
ശരിക്കും എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു പടം വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്നലെ അധികം യൂസ് ചെയ്യാത്തൊരു മെഡിസിൻ അല്ലേ സാറേ പ്ലാറ്റിന. നമ്മുടെ അതെ അതെ മനസ്സിലോട്ട് പ്ലാറ്റിന എന്ന് പറയുന്ന ഒരു അഹങ്കാരിയായ സ്ത്രീ എന്ന അപ്പുറത്തോട്ട് നമ്മൾ പ്ലാറ്റിന പോവാറില്ല അധികം. അതെ 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 പൊതുവെ ഒരു ആ രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷെ എല്ലാ മെഡിസിനും നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. അതിൽ ഈ നല്ല വശം ചീത്ത വശം ഏതാണ്, അത് എവിടെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വിജയം. ഡോക്ടർ ഓരോ കേസിലും ഓരോരോ റീസൺ, വ്യത്യസ്തമായ റീസൺ കൊണ്ടാണ് ആ മരുന്നുകൾ ആ മരുന്ന് സെലക്ട് ചെയ്തത്. അതാണ് അപ്പൊ ആ സെലക്ട് എബിലിറ്റി ആണ് നമ്മുടെ ആ മരുന്നിനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ് അതിന്റെ പ്രധാനം, ഏറ്റവും പ്രധാനം. ഓരോ മരുന്നിനെ ഓക്കെ സാർ. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മരുന്ന് തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് അല്ല പറയാൻ പ്ലാറ്റിനംസ് സാറേ പണ്ടൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ പൾസാറ്റ്ലാസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടുണ്ട്, ലാക്കസസ് കൂടുതലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനാറിയോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി പ്ലാറ്റിനാസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുണ്ട് വന്നിട്ട് പിന്നെ വളരെ നമ്മൾ ഇപ്പൊ ഡോക്ടേഴ്സ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പിന്നെ നമ്മൾ ഈ ഹോമിയോ നമ്മൾ ഈ പഠിച്ചിരിക്കുന്നത് തന്നെ ഹോമിയോ നമ്മൾ ഡോക്ടേഴ്സാണ്. നമ്മൾ എത്രയോ വർഷം കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ നടന്നിട്ടാണ് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും ഇതിന് എത്രമാത്രം മണിക്കൂർ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും സ്ട്രെയിൻ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ചില പേഷ്യൻസ് നമ്മൾ വരുമ്പോൾ ഭയങ്കര എന്താണ് ഇൻസൾട്ടിംഗ്ലി പെരുമാറുന്ന പേഷ്യൻസ് ഉണ്ട്. ഇത് പ്രൈവറ്റ് ഡോക്ടേഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ ഗവൺമെന്റിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കും ഇതെല്ലാം നടക്കുവോ ഇങ്ങനൊക്കെ ചോദിക്കും. ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അത് കേസ് പ്രൈവറ്റ് വന്നതിന് ഡോക്ടർമാരുടെ ഇടയിലും ഉണ്ട് ഡോക്ടർ. പ്രൈവറ്റ് ഡോക്ടറോടും ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും. ആണല്ലേ. ഇതിലൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളത് അതങ്ങനെ പറയുന്നത്. പക്ഷെ അത് സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂറോളജിസ്റ്റിനോ ഒക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഹോമിയോ അതാണ് ഇവിടെ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോയിന്റിൽ ചിന്തിക്കാവുന്നതാണ്. ഇയാളുടെ ഈ ചെയ്തുള്ള ആ ഒരു സംസാരവും ഇല്ലേ? അതാണ് അത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ മെഡിസിൻ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കേസ് കുറച്ചുകൂടെ ഓപ്പൺ ആവും സാറേ. നമുക്ക് കുറച്ചുകൂടെ ഫിസിക്കൽ സിംറ്റംസ് കിട്ടുമായിരിക്കും. ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ മെഡിസിൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയാൽ കേസ് ഓപ്പൺ ആവും. അപ്പൊ അതുപോലെ നമുക്ക് ഒന്നും തന്നെ കൂടെ കുറച്ചുകൂടെ ഈ ഫ്ലോറിക് ആസിഡ് ഇതുപോലെയൊക്കെ തന്നെയല്ലേ ഒത്തിരി ഒത്തിരി ഈ കാലഘട്ടത്തിൽ ഒത്തിരി വരുന്നില്ലേ? വരുന്നുണ്ട്. ഫ്ലോറിക് ആസിഡും പ്ലാറ്റിനയൊക്കെ നമ്മളെ പഴയ പൾസാറ്റിലെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാ ശരി, കറക്റ്റ്, എക്സാക്ട്. സാർ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് ആണ്. പഴയ നമ്മൾ പണ്ട് ലാക്കസസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നൊക്കെ മരുന്നൊക്കെ സീനിന്നേ പോയി. പുതിയ ആൾക്കാര് സീൻ കൈയടക്കി കഴിഞ്ഞു. ഈ ഇവരിങ്ങനെ ബൈപ്പോളർ ഒക്കെ എല്ലായിടത്തും ഉണ്ട് ഈ അല്ലേ. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, ഈവൻ ഡോക്ടറെ പോലും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് പലരും വരുന്നത്. അപ്പൊ ഇത് നമുക്കത് ശരിക്കും അത് അഭിനയമാണോ, ഇവരുടെ ഒറിജിനലാണോ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയം തോന്നും അല്ലേ? സത്യം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. അതെ 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 നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. ഓക്കെ, ധനേഷ ഡോക്ടർ, ഈ ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടർ എന്താണ് പാവം ജയചന്ദ്രൻ ഡോക്ടർ മാത്രമുണ്ട് പാവം. എല്ലാ ഇതിനും അഭിപ്രായം പറയാൻ വരുന്ന പാവം സാറ്. ജയചന്ദ്രൻ ഡോക്ടർ ഏകദേശം സമയം കഴിയാറായി. ജയചന്ദ്രൻ ഡോക്ടർ എന്താണ് ചോദിക്കാനുള്ളത് അത് ചോദിച്ച് നമ്മുടെ നിത്യ ഡോക്ടർക്ക് ഒരു നന്ദി കൂടി പ്രകാശിപ്പിക്കും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ഡോക്ടർ. ഡോക്ടറെ, ഹായ് സാറേ. ഹായ് ഡോക്ടറെ ക്ലാസ് ഒരു കഥാപ്രസംഗം പോലെ വളരെ എൻജോയബിൾ ആയിരുന്നു. ഒരു കാലത്തും ഡോക്ടറെ പ്ലാറ്റിന മറക്കത്തില്ല. പിന്നെ ഞാനിപ്പോ ചോദിക്കാൻ വന്നത് ഈ പ്ലാറ്റിന ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കഴിയണമെന്ന് പറഞ്ഞ് ഓടി വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ തലവേദന എല്ലാവർക്കും ഭയങ്കര ആങ്കർ ആയിരിക്കും. അവർ ഹോസ്റ്റലിൽ പോകണം എന്നുള്ള ആങ്കർ ആയിരിക്കും. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാലും കൂടെയുള്ള കുട്ടികൾ ഒരു പക്ഷെ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് ഭയങ്കര ബഹളം കാണിക്കുന്നു എന്ന് ഹോസ്റ്റൽ വാർഡന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകൾ, കുട്ടികളൊക്കെ ഈ സ്കൂള് മാറുമ്പോൾ വിശേഷം പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ അത്ര കാണാറില്ല. സ്കൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് പിന്നെ ആ കുട്ടികളുടെ സ്വഭാവത്തിൽ വളരെ വൈകല്യങ്ങളാണ്. അത് ഈ തലവേദന അഭിനയിക്കുന്ന മാത്രമല്ല, അവർക്ക് അങ്ങ് ദേഷ്യം
കട്ടായി പോന്നു സാറേ ഇടയ്ക്ക്. ഓക്കെ, അപ്പോ ദേഷ്യം ഉള്ളതിന് മെഡിസിൻ ആണോ ചോദിക്കുന്നതെന്ന് അറിയാൻ വയ്യല്ലോ. ക്ലിയർ ആവുന്നില്ല. സമയം കഴിയാറായി. കേൾക്കുന്നില്ല. ജയചന്ദ്രൻ ഡോക്ടർ നെറ്റ് കട്ടായി പോയി. എന്തോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ കേൾക്കുന്നില്ല. പറയുന്നു. അങ്ങനെയാണ്. അടുത്ത അവസരം ചോദിച്ചോളാം. നെറ്റ് നെറ്റ് പ്രോബ്ലം ഉണ്ട് ജയചന്ദ്രൻ ഡോക്ടറെ. അപ്പോഴ് പ്രശ്നം കൊണ്ട് നെറ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോഴതാ മുറിഞ്ഞു കേട്ടാ പോരാ. ഓക്കെ. മനോഹരമായ ക്ലാസ് എടുത്ത നിത്യ ഡോക്ടർ മനോഹരമായി തന്നെ ഒരു Thank you, നന്ദി sir. പറയേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കാം. മറിയാമ്മ ഡോക്ടറെ. ഓക്കെ. നന്ദി ശൈല ഡോക്ടറെ. പതിവ് പോലെ വളരെ ഗംഭീരമായ ഒരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് വീണ്ടും നിത്യ ഡോക്ടറിൽ നിന്ന് ലഭിച്ചത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഹെഡേക്കിനെ കുറിച്ച് ഫസ്റ്റ് പാർട്ട് എടുത്തു. സെക്കൻഡ് പാർട്ടില് ഡോക്ടറുടെ ഒരു കഥ കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും സമാധാനം വരും. ഇഷ്ടംപോലെ കഥകളുണ്ട് മേഡം, ഇഷ്ടംപോലെ കഥകൾ. പക്ഷേ എന്റെ അടുത്ത് സത്യം പറഞ്ഞ എന്റെ അടുത്ത് ഒരു കേസ്, എന്റെ അടുത്ത് ഒരു പിന്നെ ഈ ഫിലിം ഇതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പൊ ആ കുട്ടി എന്റെ അടുത്ത് സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ കഥകൾ ഇതുപോലത്തെ കേസസ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പൊ എന്തായാലും ഡോക്ടറുടെ കഥ അത് ഡോക്ടർ തമാശയായിട്ട് പറയുന്നതല്ല. ആ കഥയിലൂടെ ആ മെഡിസിനിലേക്ക് വരുന്ന ആ ഒരു രീതി, അത് നമ്മളുടെ മനസ്സിൽ നിന്ന് പിന്നെ മാറത്തില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു കഴിവ് വലുതാണ് ഡോക്ടർ. ഇതുപോലെയുള്ള ക്ലാസ്സുകള് മുമ്പോട്ട് വീണ്ടും ഞങ്ങൾക്ക് തരണം. വീണ്ടും പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഇത്രയും നല്ല ക്ലാസ് തന്ന ഡോക്ടർക്ക് ഇതൊക്കെ കേൾക്കുന്ന തന്നെ ഭാഗ്യം മാഡം. താങ്ക് യു മാഡം. വീണ്ടും എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ട് വരണം. നന്ദി ഡോക്ടർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്ദി പറഞ്ഞ മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറിയാമ്മ ഡോക്ടർ പറഞ്ഞ പോലെ ഇന്ന് ഒരു കഥയെ കിട്ടിയുള്ളൂ. കാരണം കേസ് പ്രസന്റേഷനാണ്. പക്ഷെ ഒരു കേസേ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള സമയം കിട്ടിയുള്ളൂ. അത് നല്ല വ്യക്തമായിട്ടും വിശദമായിട്ടും പറഞ്ഞപ്പോഴേക്കും നമ്മളെ സമയം കഴിഞ്ഞു. അപ്പൊ അടുത്ത ഒരു കേസുമായിട്ട് എത്രയും പെട്ടെന്ന് നിത്യ ഡോക്ടർ എത്തും എന്ന് ഓക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്.